അതുമായി ബന്ധപ്പെടുന്ന മേഖലകളുമായുള്ള സംശയ നിവാരണത്തിലേക്കാണ് ഇനി ഇൻഷാ അല്ലാഹ് നാം പ്രവേശിക്കുന്നത്. സംക്ഷിപ്തമായ എന്നാൽ ഏതൊരാൾക്കും ബോധ്യമാകാവുന്ന തരത്തിൽ ആനുകാലിക വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയാവതരണം നടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും കഴിഞ്ഞ പല പ്രോഗ്രാമുകളും ശ്രമിച്ചവരും പല മേഖലകളിൽ നിന്നായി കിട്ടിയ പല വിവരങ്ങളുമെല്ലാം മനസ്സിലുണ്ടാകുമ്പോൾ ചോദിക്കേണ്ടുന്ന ധാരാളം ചോദ്യങ്ങൾ ഒരുപക്ഷെ പലർക്കും ഉണ്ടാകാം. ആ ചോദ്യങ്ങൾക്കുള്ള അവസരമാണ് ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെയായി ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. എപ്പോഴും എല്ലാ ഭാഗത്തും സൂചിപ്പിക്കാറുള്ളത് പോലെ ഞങ്ങൾക്ക് ആർക്കും എല്ലാം അറിയാമെന്ന എന്ത് ചോദിച്ചാലും പറയാമെന്ന അവകാശവാദമൊന്നുമില്ല. അറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് അറിയില്ല എന്ന് തുറന്നു പറയാനും യാതൊരു മടിയും ഞങ്ങൾക്കില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സെഷനിലേക്ക് നാം പ്രവേശിക്കുന്നു. അതിന് മുമ്പിൽ ഏതാനും കസേരകൾ ചോദ്യകർത്താക്കൾ ഉദ്ദേശിച്ച് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ അത് ഉപയോഗപ്പെടുത്തി വളരെ മാന്യമായി ദീനിയായ സദസ്സാണ്. ആ ഒരു വികാരത്തോടു കൂടി തന്നെ ചോദിക്കാൻ തയ്യാറാവുക. ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള മനസ്സോടുകൂടി അല്ല ചോദ്യങ്ങൾ വരേണ്ടത്. എല്ലാ മുഖാമുഖത്തിലും പറയാനുള്ളത് പോലെ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ച് വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഞങ്ങൾ തോറ്റു സമ്മതിക്കുക. പിന്നെ ഇനി തോൽപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് തോറ്റു തന്നു എന്ന് സമ്മതിക്കുന്നു. അതല്ല, ദീനിയായ വിഷയം എന്ന നിലയ്ക്ക് ക്ലിയർ ആകേണ്ടുന്ന വല്ലതുമുണ്ടെങ്കിൽ മാന്യമായി ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ആ ഒരു ഏരിയ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫിയാണ് അതിന്റെ ഒരു നിയന്ത്രണം അദ്ദേഹം കൈകാര്യം ചെയ്യും. ചോദ്യങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആരെങ്കിലുമൊക്കെയായി മാറി മാറി മറുപടി നൽകാമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സമയം വൈകിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് ശരിയാവിധം ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റേടവും ധൈര്യവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, ചേലാമ്പ്രയിലെ ഹുസൈൻ സലഫിയുടെ പരിപാടിയിൽ അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെട്ട ജിന്ന് പിശാചി റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന പുസ്തകം KJയുടെ ബോഡികളിൽ ചർച്ച ചെയ്യപ്പെടുകയും പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് പുറത്തിറങ്ങിയിട്ട് അതിൽ അപാകതകൾ ഉണ്ടെന്നും പോരായ്മകൾ ഉണ്ടെന്നും പറയുന്നത് ശരിയാണോ? അതല്ലെങ്കിൽ ആ പുസ്തകം ആര് എഴുതിയതാണ്, ഏത് ബോഡിയിലാണത് ചർച്ച ചെയ്തത് എന്നുള്ളൊരു വിശദീകരണം നൽകണം. പേര് സലീഫ്, സ്ഥലം പന്തിരംഗം. സാധാരണയായി പ്രചരിപ്പിക്കപ്പെടുന്ന ധാരാളം പ്രചാരണങ്ങളിൽ ഒന്നാണ് ഇവിടെ നമ്മുടെ പ്രവർത്തകൻ ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞിട്ടാണ് ജിന്ന് പിശാച് റുഖിയ ശറയ്യ എന്ന ഈ പുസ്തകം ചേലേമ്പ്ര പൈങ്ങോട്ടൂരിൽ സംഘടിപ്പിച്ച ഹുസൈൻ സലഫിയുടെ പ്രോഗ്രാമിൽ വെച്ച് പ്രകാശനം ചെയ്തത്. ഏകദേശം 1.5 വർഷത്തോളം ആയി അത് പ്രകാശനം ചെയ്തിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പുസ്തകം KJയുടെ പേരിൽ പുറത്തിറങ്ങുമ്പോൾ പാലിക്കാറുള്ള സ്റ്റെപ്പുകളിൽ ഒന്നുപോലും പാലിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഇറങ്ങിയത്. ഒരു വ്യക്തി എഴുതുന്ന പുസ്തകം പോലെയല്ലല്ലോ നമ്മുടെ സംഘടനയുടെ ഔദ്യോഗിക സ്വരമായി, അതും പണ്ഡിത സംഘടനയുടെ പേരിൽ പുറത്തിറങ്ങുമ്പോൾ. ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നു എന്ന വിവരം തന്നെ KJയുടെ ഉത്തരവാദപ്പെട്ട മെമ്പർമാർ പോലും അറിയുന്നത് മറ്റു പുറത്തു നിന്നുള്ള പല വഴികളിലൂടെയുമാണ്. ഈ പറയപ്പെടുന്ന അനീഫ് കായ്ക്കുഴ ഭാഷയിൽ പറഞ്ഞാൽ മൂവർ സംഘം. അദ്ദേഹം പുളിക്കലും പറഞ്ഞു ഞങ്ങൾ മൂവർ സംഘം എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ധൈര്യമായി അത് പറയാം. ആ മൂവർ സംഘം ഒരുമിച്ചുകൂടി കോഴിക്കോട് ലോഡ്ജിൽ റൂമെടുത്ത്
അവർ തയ്യാറാക്കി അവർ തന്നെ അച്ചടിക്കാൻ ഏൽപ്പിച്ച് അവർ തന്നെ വിതരണവും ഏൽപ്പിച്ച ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം. 2012 ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ജനുവരിയിൽ 2001 പുളിക്കൽ ജാമിഅ സലഫിയിൽ ചേർന്ന ദൗറയിൽ വെച്ച് ആ ദൗറയിലെ ഉത്തരവാദപ്പെട്ട മെമ്പർ അന്ന് പറഞ്ഞു, ഒരു പുസ്തകം ഇറങ്ങുന്നു എന്ന് കേട്ടു. അത് ഇറങ്ങും മുമ്പ് ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക്, ദൗറയിലെ മെമ്പർമാർക്ക് അതൊന്ന് വായിക്കാൻ കൊടുക്കണം. കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വല്ല അബദ്ധമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ മാസം ജാമിഅ സലഫിയയിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടുന്ന ഒരു സമിതിയുണ്ട്. അതാണ് ദൗറ ടീം. ആ ദൗറ ടീമിനെങ്കിലും നൽകുക, അവരൊന്ന് വായിക്കട്ടെ, അവർക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഉൾക്കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ KJUവിന്റെ സെക്രട്ടറി ബഹുമാനായ എം മുഹമ്മദ് മദനി അദ്ദേഹം പറഞ്ഞത് അത് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നു, കേൾക്കുന്നു, ഉണ്ടെങ്കിൽ ഇറങ്ങും മുമ്പ് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് വായിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സെക്രട്ടറിയുടെ വിശദീകരണം അത് പ്രസ്സിന് കൊടുത്തു കഴിഞ്ഞു. ആ പുസ്തകം എഴുത്തും കഴിഞ്ഞിട്ടുണ്ട്, പരിശോധനയും കഴിഞ്ഞിട്ടുണ്ട്, പ്രസ്സിന് അച്ചടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ചേരേമ്പ്ര പ്രോഗ്രാമിന് ഇതിനെ കെട്ടുമായി വരുന്നതാണ്. ഇത് പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹുസൈൻ സലഫി പോലും യഥാർത്ഥത്തിൽ അവിടെ വെച്ചാണ് ആ വേദിയിൽ പ്രകാശനമുണ്ട് എന്ന കാര്യം അറിയുന്നത് എന്നാണ് സത്യം. അദ്ദേഹത്തോട് പോലും ആദ്യം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തോട് പോലും ആദ്യം വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങളെ പ്രോഗ്രാമിൽ ഇങ്ങനെ പുസ്തക പ്രകാശനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റേജിൽ വന്നിരിക്കുമ്പോഴാ ഈ പുസ്തകവുമായി കടന്നു വരുന്നത്. അന്ന് ഞാനുമുണ്ട് സ്റ്റേജിൽ. ഹുസൈൻ സലഫി എന്നോട് ചോദിച്ചു, അല്ല എന്താ ഈ പുസ്തകം, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്നോട് പ്രകാശനം ചെയ്യണമെന്നാ പറയുന്നത്, പക്ഷെ ഞാൻ വായിക്കാത്തൊരു ബുക്ക് ഞാൻ എങ്ങനെ പ്രകാശനം ചെയ്യാം? അങ്ങനെ അദ്ദേഹം പ്രകാശനം ചെയ്യാൻ തയ്യാറായില്ല. ഹുസൈൻ സലഫി പ്രകാശനം ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ടാണ് എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി അവിടുന്ന് ഒരു ഔദ്യോഗിക പ്രകാശനം എന്നൊക്കെ പറഞ്ഞ് അവിടെ നൽകിയിട്ട് സ്റ്റേജിലുള്ള എല്ലാവർക്കും അപ്പൊ തന്നെ കോപ്പിയും കൊടുത്തു. അതിന് കോപ്പികൾ അവിടെ പുറത്ത് വിൽപ്പനക്കും അപ്പോഴേക്ക് ലഭ്യമായിരുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഇറങ്ങുന്നത്. അല്ലാതെ ഇത് KJUവിനൊക്കെയല്ല, ഇത് KJUവിന്റെ ഒരു ബോഡിയിലും ചർച്ച ചെയ്തിറങ്ങിയ പുസ്തകമല്ല. സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും ചർച്ച ചെയ്യുവാനും അതിൽ ഇൽമിയായ ഒരു നിലപാടെന്താണ് എന്ന് കണ്ടെത്തുവാനുമായിട്ടാണ് ദൗറ ടീമുള്ളത്. അതൊരു പക്ഷെ മെമ്പർഷിപ്പ് ഉള്ളവരും ചേർത്തൊക്കെ ഉണ്ടാകാം. ദൗറ ടീമിൽ സാധാരണ ഇത്തരം മേഖലയിലുള്ള ദഅ്വ രംഗത്തുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയുന്ന, അതിൽ നിന്ന് വിഷയങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ ടീമാണ് ദൗറ ടീം. അപ്പൊ ഓരോ മാസം യോഗം ചേരും, വല്ല വിഷയക്കണ്ടെ അവതരിപ്പിക്കും. അവരതൊക്കെ വായിച്ച് പഠിച്ച് ജാമിഅ സലഫിന്റെ ലൈബ്രറി കൂടി കിതാബൊക്കെ പഠിച്ചു നോക്കി അതിന്റെ ഒരു ഹാസിന് ആകത്തുക കണ്ടെത്തി അത് വേണമെങ്കിൽ എഴുതി തയ്യാറാക്കി KJUവിൽ സമർപ്പിച്ചിട്ടാണ് സാധാരണ ആ വിഷയത്തിൽ ഒരു നയം രൂപപ്പെട്ടു വരാറുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ അതുണ്ടായില്ല. ഈ ടീമിന് ഒരു കോപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അതിനും പറ്റൂല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞത് KJUവിന്റെ പേജിൽ പുറത്തിറങ്ങിയ പുസ്തകം എന്ന് പറഞ്ഞത്. KJUവിന്റെ പേരില പുറത്തിറങ്ങിയത്. പക്ഷെ ഞാൻ ന്യായമായി സംശയിക്കുന്നു, ഇതിന് ആമുഖം എഴുതിയ MM മദനി, ഇതിന് ആമുഖം എഴുതിയ MM മദനി, ആ MM മദനിയുടെ പേരിൽ ഉള്ള ഈ ആമുഖം അതുപോലും MM മദനി എഴുതിയതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും MM മദനിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ പ്രയോഗമൊക്കെ നമുക്ക് കുറെ പരിചയമുണ്ടല്ലോ. ഇത് വായിച്ചറിയാം MM മദനിയുടെ ഒരു ശൈലി ഈ ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതുപോലും ഈ ആമുഖം പോലും ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ പുസ്തകം കാണുമ്പോഴായിരിക്കാം, കിട്ടുമ്പോഴായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം പോലും ഇത് അറിഞ്ഞത് എന്നതായിരിക്കാം. സത്യം അല്ലാഹു അഅലം. മാത്രമല്ല ഹനീഫ് കായ്ക്കൊടി പുളിക്കൽ വെച്ച് തന്നെ പറഞ്ഞല്ലോ, ആ ബുക്ക് എഴുതി ഞാനാണ് എന്നുള്ളത്. ഈ ബുക്ക് എഴുതിയ അദ്ദേഹമാണെന്ന് അദ്ദേഹം പുളിക്കൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ആ മൂവർ സംഘത്തിന്റെ ബുക്ക് അത് എത്രപ്പോഴും ചിലക്ക് അന്ന് തന്നെ ഒരു കയ്യിലായതുകൊണ്ട് KJUവിന്റെ പേരിൽ അത് അച്ചടിക്കുവാനും വിതരണം ചെയ്യുവാനും അങ്ങനെ സംഘടിപ്പിച്ച വേദി കൊണ്ടുവന്ന് പ്രകാശനം ചെയ്യിക്കുവാനും KJUവിന്റെ ഒരു ലേബൽ അതിൽ ഉണ്ടാക്കിയെടുക്കുവാനും അവർക്ക് പ്രയാസം ഉണ്ടായില്ല എന്ന് മാത്രം. എന്നിട്ടാണ് പുറത്തിറങ്ങിയപ്പോ ഏതായാലും എന്താ ചെയ്യാ, ഒരുപാട് അബദ്ധങ്ങൾ
ഒരുപാട് അബദ്ധങ്ങൾ. അന്ന് ഈ അബദ്ധങ്ങളെല്ലാം ക്രോഡീകരിച്ച് അതൊരു പ്രബന്ധ രൂപത്തിലാക്കി അത് KJV സമർപ്പിക്കാൻ വേണ്ടി KJV മെമ്പർമാരെ കൊണ്ട് ഒപ്പിടിക്കാൻ നടന്നു. അന്ന് ബഹുമാനായ ഹുസൈൻ സലഫി മലപ്പുറത്ത് കോട്ടപ്പടിയിലെ നമ്മുടെ സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തെയും ചെന്ന് കണ്ടു ഒരു ഒപ്പിടാൻ വേണ്ടി. അന്ന് ഹുസൈൻ സലഫിയുടെ കൂടെ ഞാനുണ്ട്. ഒപ്പിടിക്കാമെന്ന ആളോട് ഹുസൈൻ സലഫി പറഞ്ഞ വാചകം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 40 അല്ല 400 ആൾ ഒപ്പിട്ട് കൊടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല. അവിടെ നിങ്ങൾ ഈ ഒപ്പിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കത്തങ്ങ് വേസ്റ്റ് ബോക്സിലേക്ക് ഇടും. എന്നിട്ട് ഒപ്പിട്ടത് ആരൊക്കെ നോക്കും, ആരൊക്കെ ഒപ്പിട്ടത്. അപ്പൊ 40 ആളെ പേര് ഒന്നിച്ചു കിട്ടി. ഈ 40 ആളാ കുഴപ്പക്കാർ എന്ന് മനസ്സിലാക്കി വെക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുസ്ഹഫ് കൊടുത്തിട്ട് ഇതാ ഈ മുസ്ഹഫ് പ്രകാരം നമുക്ക് തീരുമാനമാക്കാം എന്ന് പറഞ്ഞാലും പറയുന്നവൻ ആരാ നോക്കുള്ളൂ, അല്ലാതെ പറഞ്ഞത് എന്ത് നോക്കൂല. അതുകൊണ്ട് ഈ കത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ നമ്മളെ പണിയുമായി മുന്നോട്ട് പോവുക എന്നാണ് അന്ന് ഹുസൈൻ സലഫി പറഞ്ഞത്. അതാ പിന്നെ സംഭവിച്ചത്. 38 ആൾ ഒപ്പിട്ട് കൊണ്ടുപോയി സമർപ്പിച്ചു. പക്ഷേ ഹംസവാക്കൽ എറണാകുളത്ത് പ്രസംഗിച്ചു. 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. അതിൽ ഒരു പോത്ത് എന്റേതാണ്. മൂപ്പരമോനെ പറ്റി അദ്ദേഹം തന്നെ മറ്റൊരു വേദിയിൽ പറഞ്ഞു, 38 വിഡ്ഢികൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട്. പ്രതികരണമുണ്ടായില്ല. രണ്ടാമത്തെ എഴുത്ത് കൊടുത്തു. 60-ലേറെ ആളുകൾ ഒപ്പിട്ടുകൊണ്ട് രണ്ടാമത്തെ എഴുത്ത് കൊടുത്തു. KJV മെമ്പർഷിപ്പുള്ള 60-ലേറെ പ്രബോധകന്മാർ ഒപ്പിട്ട് രണ്ടാമത്തെ എഴുത്ത് കൊടുത്തു. അതിനും പ്രതികരണമില്ല. മൂന്നാമത്തെ എഴുത്ത് കൊടുത്തു. ഇത് ചർച്ച വേണം, ചർച്ചയ്ക്ക് ഞങ്ങളെയും വിളിക്കണം എന്ന് പറഞ്ഞ എഴുത്ത് കൊടുത്തു. അന്ന് നവംബർ മാസത്തിലാണ് 2012. MMദിന് ചോദിച്ചു, നിങ്ങളെ ഫോൺ ചെയ്താൽ വരൂലേ, കത്തയക്കാൻ സമയം ഉണ്ടാവൂല, അതുകൊണ്ട് ഫോൺ ചെയ്താൽ നിങ്ങൾ വരൂലേ? വരാം, തീർച്ചയായും വരാം. അദ്ദേഹം ശരി, നമുക്ക് അടുത്ത ദിവസം തന്നെ കൂടണം. അപ്പൊ പോയാൾ ചോദിച്ചല്ല, ഇതിപ്പോ നവംബർ, അടുത്ത മാസം സമ്മേളനമാണ്, ഈ സമ്മേളനത്തെ തിരക്കിനിടയിൽ ഇപ്പൊ കൂടാൻ കഴിയോ? എന്നാലും ഒന്നാകെ കൂടാ, പിന്നെ നമുക്ക് സമ്മേളനം കഴിഞ്ഞിട്ട് വിശദമായി കൂടാം. പക്ഷെ ആ കൂടുതലുണ്ടായില്ല. 2012 ഫെബ്രുവരിയിൽ ആ മാസാന്ത വൈജ്ഞാനിക ചർച്ചക്കുള്ള ദൗറ 2012 ഫെബ്രുവരിയിൽ നിർത്തിവെച്ചിട്ട് ഇന്നേ വരെ പിന്നെ ദൗറയുണ്ടായില്ല. 2012 ഫെബ്രുവരിയിൽ 2013 12 ഫെബ്രുവരിയിലാണ് അവസാനമായി ആ ദൗറ നടന്നത്. 1.5 കൊല്ലം കഴിഞ്ഞു. പിന്നെ ദൗറല്ല. സമ്മേളനത്തിന് 2 ആഴ്ച മുമ്പ് കോഴിക്കോട് സംഘടിപ്പിച്ച പ്രധാന പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കാൻ ഞാനാണ്. ഉദ്ഘാടനം MMദിനെയാണ്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ സ്വാഗതം നടക്കുകയാണ്. രണ്ടുപേരും അടുത്തടുത്ത കസേരയിലിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ദൗറ നിർത്തിയതാണ് പ്രശ്നങ്ങൾ ഇത്ര വഷളാകാൻ കാരണം. അതുകൊണ്ട് നമുക്ക് ആ ദൗറ എത്രയും പെട്ടെന്ന് പുനഃസംഘടിപ്പിക്കണം. അദ്ദേഹം എന്തായാലും തുടങ്ങണം, സമ്മേളനം കഴിയട്ടെ, എന്തായാലും നമുക്ക് തുടങ്ങണം, എന്നാ എല്ലാ പ്രശ്നവും തീരുന്ന. സമ്മേളനം കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞു. അടുത്ത ഡിസംബർ വരാനായി. ഇന്ന് ഇവരുണ്ടായില്ല. അപ്പൊ യഥാർത്ഥത്തില് KJVന്റെ പേര് പറയുന്നുവെന്നല്ലാതെ അന്നത്തെ KJVന്റെ മെമ്പർഷിപ്പ് എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് മെമ്പർഷിപ്പ് കുറെ മാറിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം. അന്നത്തെ KJVന്റെ കഴിഞ്ഞ വർഷത്തെ വേണ്ട 6 മാസം മുമ്പത്തെ KJVന്റെ മെമ്പർഷിപ്പ് എടുത്ത് പരിശോധിച്ചാൽ ആ മെമ്പർമാരെ കംപ്ലീറ്റ് വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയെങ്കിലും നടത്താൻ എന്തേ ധൈര്യമില്ലാതെ പോയത്? അവർക്കറിയാം, വിളിച്ചു വരുത്തിയ എന്തായിരുന്നാലും ഈ പറയുന്ന ഊക്കുന്നവരുണ്ടാവില്ല. അതുകൊണ്ടല്ലേ പ്രത്യേകിച്ച് നിർദ്ദേശമോ പ്രത്യേകിച്ച് സംഘാടനമോ ഒരു കൂട്ടായ്മയോ ഒന്നും രൂപപ്പെട്ടു വരുന്നതിന് മുമ്പേ തന്നെ ദാഴിമാർ എല്ലാവരും ഒരേ ഭാഗത്തേക്ക് വന്നല്ലോ. ആരെങ്കിലും പോയി കണ്ടു പറഞ്ഞതാ? എല്ലാരും ചെന്ന് കണ്ടിട്ട് നമ്മളൊക്കെ ഇവിടെ നിൽക്കുക ഇത് തീരുമാനിച്ചതാണോ? അല്ല. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അവർ പുതിയ വാദങ്ങളുമായി വന്നുവെന്നും സാക്ഷാൽ ഖുറാഫികളെ തൗഹീദെന്തോ ആ തൗഹീദ് ഏറ്റെടുക്കുന്നിടത്തേക്ക് ഈ ബഹുമാന്യരായ ആളുകൾ പോലും വഴിമാറിയെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും അവർക്കെതിരായി നിന്നു എന്ന് മാത്രം. അല്ല, ആരെയും പോയി കണ്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നത്, നമ്മളൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് നിർത്തിയതല്ല. കാരണം അങ്ങനെ ഒപ്പം നിർത്താൻ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഇപ്പോഴും ഒരു സംഘടനാ സംവിധാനമോ ഒരു ബദൽ തൽക്കാലം എത്രപ്പെടുമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഒരു താൽക്കാലം എത്രപ്പെടുണ്ടല്ലോ, മറ്റു തിരിച്ചു കിട്ടുന്നവരെങ്കിലും ഉപയോഗിക്കാന്നുള്ളേക്ക് ഒരു തൽക്കാലം 10 ലീഫെങ്കിലും അടിച്ചിട്ട് ഇല്ല, അതുണ്ടാക്കിയിട്ടില്ല. ഒരു സീലും ഉണ്ടാക്കിയിട്ടില്ല. കാരണം സീല് വെക്കണമെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് വേണമെങ്കിൽ അങ്ങനെ സംഗതി ഉണ്ടെങ്കിലല്ലേ.
മറ്റത് കിട്ടുന്നവർ തൽക്കാലം റബ്ബർ സീഡ് ഇല്ല, അതുണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും എന്തേ ഇത്ര ജനങ്ങൾ കൂടി, എന്തേ ദാഴിമാർ കംപ്ലീറ്റ് ഒരു ഭാഗത്ത് നിന്നു? ഈ വിഷയത്തിൽ തീർച്ചയായും ഒരു ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് ഏതാനും ആളുകൾ രംഗത്തിറങ്ങി അവർ നശിപ്പിക്കുകയാണ് എന്ന് ബോധ്യമായപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ബാധ്യത നിർവഹിക്കാനായി മുന്നോട്ട് വന്നു എന്ന് മാത്രം, വേറൊന്നുമില്ല. അതുകൊണ്ട് ഇത് KJന്റെ പേരിൽ ഇറങ്ങി ഇത് പറയാനല്ലാതെ KJയും ഈ പുസ്തകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. KJയുവിന്റെ ഒരു മീറ്റിംഗിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. തുടങ്ങിയപ്പോൾ തന്നെ മെമ്പർമാരെല്ലാവരും ആവശ്യപ്പെട്ടു അതിന്റെ കോപ്പി കിട്ടണം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മദനി പറഞ്ഞു, അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്നു, അള്ളാഹുവേ ശിഫ നൽകുമാറാകണേ, എല്ലാവർക്കും കോപ്പി തരും. അപ്പൊ നമ്മൾ ആരും പ്രത്യേകം നോട്ട് ചെയ്തില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു, ഞാൻ വിളിച്ചു മുഹമ്മദ് മദനി, എല്ലാവർക്കും കോപ്പി കൊടുക്കാന്ന് പറഞ്ഞതാണ്, കിട്ടണം, അതിൽ ഒരുപാട് നമുക്ക് നിരൂപണം നടത്തി കുറിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സലഫിയെ വിളിക്കാൻ. സലഫിയെ വിളിച്ചോ പറഞ്ഞു കോപ്പിയൊന്നും ആർക്കും കൊടുക്കുന്നില്ല, അന്ന് ഞാൻ വായിച്ചതാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തന്നോളാം പറഞ്ഞു. കുറെ ദിവസമായതല്ലേ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല, മാത്രമല്ല കുറിച്ചു വെച്ചിട്ടില്ല, കാരണം കോപ്പി തരാമെന്ന് പറഞ്ഞതാണ്. ഇതാണ് അന്ന് സംഭവിച്ചത്. ഏതായാലും ഇതിൽ ഒരു സത്യം ഉണ്ട്. 19ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇത് ആരോപണമാണ്, ആ ഭാഗം സത്യമാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഫീദ്, വീട് ബാലുശ്ശേരിയാണ്. ഇവിടെ റുഖ്യ ശറിയ എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ദുആ മാത്രമാണ്, അല്ലാതെ ഒരു ജിന്ന് ഇറക്കൽ ചികിത്സാ രീതിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വസ്തുത എന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. റുഖ്യ ശർഇയ്യ വിഷയം ബഹുമാനായ താജുദ്ദീൻ സ്വലാഹി വിശദീകരിച്ചു വിശാവദത്തിന്റെ അവസാനത്തിൽ. കുറച്ചു കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ടൊരു പ്രചാരണമാണ് റുഖ്യ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അതൊരു രോഗശമന പ്രാർത്ഥന മാത്രമാണ്, അല്ലാത്ത വേറൊന്നുമില്ല എന്നുള്ള ചില പ്രചാരണങ്ങൾ അടുത്തിടെയായി നമ്മൾ കേൾക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നതും ഈ കാലമത്രയും റുഖ്യയുമായി ബന്ധപ്പെട്ട് നാം സ്വീകരിച്ചു പോകുന്ന നിലപാടും നേരെ തിരിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് വേദികളിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട ഒരു രേഖയായിരുന്നു ബഹുമാനായ KM മൗലവിയുടെ ഫത്വകൾ എന്ന പേരിൽ യുവത പുറത്തിറക്കിയ ഈ പുസ്തകം. ഇതിന് KM മൗലവി അതേക്കുറിച്ച് പ്രയോഗിച്ച പ്രയോഗം തന്നെ ചികിത്സ എന്ന വാക്കാണ്. ചികിത്സ എന്ന വാക്കാണ് KM മൗലവി പ്രയോഗിച്ചു തന്നെ, പ്രാർത്ഥന എന്ന വാക്കല്ല. പ്രാർത്ഥന എന്ന വാക്കല്ല, ചികിത്സ എന്ന പദം ഇതിന് 18-19 പേജുകൾ അവിഷയമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പുസ്തകത്തിലും കേവല പ്രാർത്ഥന എന്ന രൂപത്തിലല്ല സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനപ്പുറത്തുമുണ്ട് എന്ന് ഈ ബുക്കിൽ നിന്ന് തന്നെ വ്യക്തമായി കിട്ടുമെന്നതും തീർച്ചയാണ്. പക്ഷെ ഇതങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ് അതിലൂടെ നേടിയെടുക്കേണ്ടുന്ന ചില സ്ഥാപിത ലക്ഷ്യങ്ങൾ പലർക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊരു പ്രാർത്ഥന മാത്രമാണെങ്കിൽ ഹദീസിൽ കാണാം ഒരു കാലത്ത് റുഖിയയെ അല്ലാഹു റസൂൽ വിരോധിച്ചിരുന്നു, റുഖിയ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് നബി തങ്ങൾ അനുവദിച്ചു കൊടുത്തു, ശിർക്കില്ലെങ്കിൽ മന്ത്രത്തെ തകരാറില്ല, അതുകൊണ്ട് നിങ്ങളെ മന്ത്രങ്ങൾ നിങ്ങൾ എനിക്കൊന്ന് പ്രദർശിപ്പിക്കൂ, ഒന്ന് കേൾപ്പിച്ചു തരൂ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നബിയോട് ചോദിച്ചിരുന്നു, ചില ആളുകൾ ഞങ്ങളെ പക്കൽ മന്ത്രമുണ്ട്, താങ്കളാവട്ടെ മന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ മന്ത്രം ഇനി ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോഴാണ് നബി പറഞ്ഞത്, നിങ്ങളെ മന്ത്രം ഒന്ന് കേൾപ്പിക്കുക, ശിർക്കില്ലെങ്കിൽ മന്ത്രത്തെ തകരാറില്ല. അപ്പൊ ഒരു കാലത്ത് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ അതിൽ ഒരു ഭാഗം അനുവദിച്ചു കൊടുത്തു. ഏതെങ്കിലും കാലത്ത് പ്രാർത്ഥന പാടില്ല എന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് പ്രാർത്ഥന പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടക്കാലത്ത് നിബന്ധനയോടുകൂടി അനുവദിച്ചു കൊടുത്ത വല്ല സംഭവമുണ്ടോ? ഇല്ല. മാത്രമല്ല പല സംഭവങ്ങളിലും
സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവം. തേള് കുത്തിയ ഒരു ഗോത്ര തലവനെ സ്വഹാബത്ത് ഫാത്തിഹ ഓതി മന്ത്രിച്ചു എന്നുള്ളത്. തേള് കുത്തി രോഗിയായി മാറിയ ഗോത്ര തലവൻ ആ നാട്ടിലേക്ക് വന്ന അതിഥികളായ അന്യനാട്ടുകാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് ആളെ പറഞ്ഞയച്ചു. അവരോട് ചോദിച്ചെന്താ, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവനുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവനുണ്ടോ? എന്താ പറഞ്ഞ ഒരാൾ വന്ന ഇയാളുണ്ട്, ഇയാൾ മന്ത്രിക്കുന്ന ഒരാള്. ഇത് ഒരു കേവലം പ്രാർത്ഥന മാത്രമാണെങ്കിൽ ആ ചോദ്യത്തിന് എന്തേക്കും മറുപടി? എന്താ മന്ത്രം പ്രാർത്ഥന അല്ലേ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ലേ, ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചോതല്ലേ എന്നല്ലേ പറയാ. നിങ്ങൾ മന്ത്രിക്കുന്നവരുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. അയാൾ ചെന്നു, അദ്ദേഹം മന്ത്രിച്ചു, ശിഫയായി. വന്നപ്പോ നബി ചോദിച്ചെന്താ, ഇതൊരു മന്ത്രമാണ് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായത്? ഫാത്തിഹ ഓതി മന്ത്രിച്ചു. മന്ത്രം എന്നത് കേവലം ഒരു പ്രാർത്ഥന മാത്രമാക്കി ഒതുക്കി കെട്ടിയിട്ട് അതിലൂടെ മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നേരത്തെ വിശദീകരിച്ചു. ബഹുമാന്യനായ അനസ് മൗലവി തന്നെ ഇതിനു മുമ്പ് എത്രയോ വേദികളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും ഹനീഫ് കായ്ക്കൂടി ചോദിച്ചു, മാനസിക രോഗമുള്ള ഒരാൾക്ക്, അസുഖമുള്ള ഒരാൾക്ക് ഖുർആൻ ഓതാൻ അല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫ് ഓതാൻ, സൂറത്തുൽ ഖാഫ് ഓതാൻ എന്താ തെളിവുള്ളത്, എന്താ ന്യായമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയും പരിഹസിക്കാൻ ശ്രമങ്ങളുണ്ടായി. യഥാർത്ഥത്തില് അദ്ദേഹത്തിനും അറിയാം അതൊക്കെ ഏത് അർത്ഥത്തിലാണ് എന്നും ഏത് രൂപത്തിലാണ് ഷിഫാദ് പറഞ്ഞത് എന്നും എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നും ഒക്കെ അയാൾക്കും അറിയാം. എന്നിട്ട് പിന്നെ അതിനെ ചുവട് പിടിച്ച അടുത്ത സ്റ്റെപ്പ് എന്താ, മൻസിലി മഫാസ് എടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ ഗോപിന്റെ കഥ, ജിന്നിനോട് തേടാന്ന് വാദണ്ട് ആദ്യം പറഞ്ഞു വെക്കുക. തെളിവെന്താ, ഗോപി ജിന്നിനെ വിളിക്കുന്ന കളിപ്പ്. അതേപോലെ റാത്തീബ് നടത്തുമ്പോൾ എന്ന് പറയുന്ന ക്ലിപ്പ് കണ്ടോ, ഹാദറാക്കിയാണ്. ഹാദറായ ചോദിക്കാന്നുള്ള വാദം, അപ്പൊ ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതുപോലെ റുഖിയ്യന്റെ പേരുണ്ട് പറഞ്ഞിട്ട് അനസ്മൂലൊക്കെ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും നടക്കുന്ന ചികിത്സയുടെ മറവിൽ നടക്കുന്ന പല അന്ധവിശ്വാസങ്ങളും അതിനെ ക്ലിപ്പിടുക. ഇത് കണ്ടോ, ഇവിടേക്ക് അവര് കൊണ്ടുപോണത് എന്നതുപോലെ ഇവിടെ അനീഫിനെ കുറിച്ച് ചെയ്തെന്താ, റുഖിയ്യയെ മൊത്തം പരിഹസിച്ചു. എന്നിട്ട് ഇപ്പൊ ഖുർആൻ ഓതിയിട്ട് പ്രത്യേക സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കാന്നാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മൻസിൽ മഫാസ് എടുക്കുക. അതിങ്ങനെ വായിക്കുക, ഇന്ന സുറത്തിന് ഇന്ന ആയത്ത്, ഇന്ന സുറത്തിന് ഇന്ന സൂറത്ത്, ഇത്ര പ്രാവശ്യം ഓതുക, ഇനി ഇത് പാടില്ല, ഇത് ശരിയല്ലാതെ എങ്ങനെ പറയാ നമുക്ക് ബേജാറ്. ആ ബേജാർ നമുക്കൊക്കെ തോന്നിയിട്ടില്ല. റുഖിയ്യ ശരിയ ഉണ്ടെന്ന് പറഞ്ഞവർക്കും പ്രമാണങ്ങൾ റുഖിയ്യയുമായി ബന്ധപ്പെട്ട് എന്താണോ വന്നത് അത് അങ്ങനെ തന്നെ പ്രബോധനം ചെയ്ത് നമുക്കാർക്കും അതിലൊരു ആശങ്ക തോന്നിയിട്ടില്ല അവരോട് എങ്ങനെ പറയാന്നുള്ളത്. എല്ലാ വിഷയം അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ജിന്നി വിവാദം വന്നപ്പോ അനസ് മുസ്ലിയാ പറഞ്ഞത്, ഇനി എങ്ങനെ ഖുറാഫികളുമായി സംസാരിക്കുക, ഇനി എങ്ങനെ എണീറ്റിക്കുക, ഒരു 10 മുഖാമുഖം നടക്കുമ്പോഴേക്ക് ഇങ്ങാണ്ട് ഒലിച്ചു പോകും എന്ന് പറഞ്ഞില്ലേ. എന്തേണ്ടായത് നമ്മൾ എണ്ണാത്തോണ്ടാ. ഏകദേശം 75ാമത്തെ മുഖാമുഖമായിരിക്കാം ഒരു പക്ഷെ ഇന്ന് പുളിക്ക് നടക്കുന്നത്. 79 മൊഴി എണ്ണിട്ടുണ്ടല്ലോ, 79 അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ അനസ് മൗലവിയോ എത്ര നടത്തി? മുഖാമുഖം പോട്ടെ, മര്യാദക്ക് മറുപടിയെങ്കിലും പറയാൻ പിന്നെ വന്നോ? ഖുറാഫികളുമായി എങ്ങനെ നിങ്ങൾ ഇനി സംവദിക്കുന്നു ചോദിച്ചു. ആ പറഞ്ഞവര് പിന്നെ കണ്ടോ സംവാദത്തിന്? എന്നാൽ വളരെ മാന്യമായി ഇക്കഴിഞ്ഞ മാസം ഖുറാഫികളുമായി സംവാദം നടത്തി. അതിന് മുമ്പത്തെ മാസം മടവൂരുമായി സംവാദം നടത്തി. അതിന് 4 മാസം മുമ്പ് ഈ മടവൂരുമായി സംവാദം നടത്തി. അപ്പൊ എന്തേ പ്രശ്നം? നമുക്കായിരിക്കും ആശങ്കയില്ല നടത്താം. നമുക്ക് ആർക്കും ഈ വിഷയത്തിന് ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. കാരണം നിന്നിടത്തെ ഇപ്പോഴും നിന്നിട്ടുള്ളൂ. ഒരു ഹർഫ് അവിടെ അങ്ങോട്ട് പുതിയ വാദത്തിലേക്ക് പോയിട്ടില്ല. KM മൗലവി മുതൽ പറഞ്ഞു വെച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനമായ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ ഇന്നോളം ഔദ്യോഗികമായി സംഘടനാപരമായി പറഞ്ഞതും അതിനു മുമ്പേ തന്നെ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടു വന്നതും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഐക്യകണ്ഠം അംഗീകരിച്ചു പോകുന്നതുമായ ആദർശമേതോ തൗഹീദ് മുതൽ ഇങ്ങോട്ട് റുഖിയ്യ ശർഇയ്യ വരെയുള്ള ഏത് വിഷയത്തിലും അതിലെല്ലാം ഉറച്ചു നിന്നു എന്ന ഒറ്റക്കാലത്താൽ തന്നെ ഏത് ടീമുമായും ഏത് വിഷയത്തിലും ആദർശരംഗത്ത് ഏറ്റുമുട്ടാൻ നമുക്കാർക്കും നമ്മുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് പോലും ഒരു ആശങ്കയും ഇല്ലാത്ത വിധം നമുക്കൊരു ഇസ്സത്ത് അവിടെ ഉണ്ടായി. അല്ലാത്തവനോ വലിയ കൊലകൊമ്പന്മാര് വരെ ഇപ്പൊ എവിടെ കാണുന്നില്ല. വെല്ലുവിളി അടുത്തല്ലോ നമ്മള് കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ഏറ്റെടുത്തെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഏറ്റെടുത്തെന്ന് പറഞ്ഞു എന്നല്ലാതെ ആളെ കാണില്ല. ഇവിടെ എന്ത് ഹനീഫ് കായ്ക്കുടി പറഞ്ഞത്, ഞങ്ങൾ 3 സംഘം ഉണ്ടാകും, നാസർ സുല്ലമി ഉണ്ടാകും, നിങ്ങൾ ആരെ ചെങ്കി വന്നോളീല. അപ്പോഴേ അത്രയേ ഉള്ളൂ.
മൂവർ സംഘം ഇല്ലാതാണ് നീങ്ങൂലാന്നർത്ഥം. തലവർ സംഘത്തിന് എപ്പോഴും കിട്ടുന്നില്ല, മൂപ്പരെപ്പോഴും റെഡില്ല എന്നല്ല അർത്ഥം. അതാ പറഞ്ഞത്, തൗഹീദിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ, പ്രമാണങ്ങൾ വിട്ടുകഴിഞ്ഞാൽ, സ്വന്തമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിന് മറിമായം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ദീനിന്റെ പേര് എണീറ്റിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ തെളിവാ ഈ കാണുന്ന ഓരോന്നും. മടവൂരുകൾ പോയല്ലോ, പോലെ നമ്മൾ കണ്ടോ? പിന്നെ വേദികളിൽ ഖുറാഫികളുമായി സംവാദം നടത്താൻ മടവൂരുകൾ കണ്ടോ? ഒരു വൈദ്യരുമായി ഒരിക്കൽ നടത്തി സലാം സലമി, പിന്നെ അയാൾ നമ്മൾ കണ്ടിട്ടുന്നില്ല. ഇവിടെ ഡ്യൂട്ടിക്കാരൻ വൈദ്യരുമായി ഒരു സംവാദം നടത്തി, അന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ സലാം സലമി നമ്മൾ സംവാദ വേദി കണ്ടിട്ടില്ല. നമുക്ക് താല്പര്യമുണ്ട് മൂപ്പരെ കിട്ടുകയാണെങ്കിൽ സംവാദം നടത്തണം എന്നുള്ളത്. സലാം സലമെ കിട്ടുകയാണെങ്കിൽ ഒരു സംവാദം നടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഒരു വെടിമ രണ്ടാക്കുള്ളൂ. വെടി ഒന്ന് മതി, ഇത് രണ്ടെണ്ണമായിരിക്കും. ഏതേ മടവുകൾ എവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ പറ്റെങ്കിൽ വല്ല വഴികൾ ഉണ്ടാക്കും. അബ്ദുസലാം സലമി നമ്മൾ കാണാനും പോയി കുറെ കാലം കണ്ടിട്ട്. അപ്പൊ ഒരു സംവാദം മൂപ്പറേറ്റ് നടക്കട്ടെ. ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ, നവമടവൂരും കഴിഞ്ഞു, ഖുറാഫും കഴിഞ്ഞു, ഏപ്പിക്കലിപ്പേതായാലും മുടിക്കെട്ട് കുടിഞ്ഞ് ഇപ്പൊ ആകെ എടുങ്ങാറിയിക്കാം. പണ്ട് മുടി കത്തൂല ഇപ്പൊ മുടിക്കെട്ട് ഒന്നാലും കത്തെടുപ്പോ. മുടി കെട്ടും കത്ത, മുടി കൊണ്ടോലും കത്ത, ആകെ മർക്കസ് പിടിച്ചിക്കപ്പോ. അപ്പൊ ഓലെ നമ്മൾ ഇടങ്ങാറാക്കണ്ട. ആ സാധുക്കൾ പാപ്പണിക്ക് കഴിയൂല, ഓലെ നമ്മൾ പ്രയാസപ്പെട്ട അർത്ഥമില്ല. നൗഷാദ് അടക്കം പുറത്താപ്പോ, നൗഷാദ് വരെ പുറത്താ. 8 പിരിഞ്ഞു എന്ന് പറഞ്ഞ മൂപ്പര് ഇപ്പൊ അവിടെ എത്രണ്ണാന്ന് എണ്ണിട്ട് തീരുന്നില്ല. പോട്ടെ, വിഷയം അതല്ല. അപ്പൊ ഏതായിരുന്നാലും ഇനി നമുക്കിത് ബാക്കിയുള്ള സലാം സലമി അദ്രാം സലീഫ് ഏതായാലും നമുക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം 2013 ഏപ്രിൽ 7 കോഴിക്കോട് കടപ്പുട്ടുന്ന നമ്മൾ ഔദ്യോഗികമായ വെല്ലുവിളി 4-ാം മാസത്തെ, ഇതിപ്പോ 9-ാം മാസം, 5 മാസമായി. ഇതുവരെ പ്രതികരണം പറ്റില്ലല്ലോ. അപ്പൊ ഇനി നമ്മൾ വിടുക, മൂപ്പര് വരുന്ന ഉറപ്പാ. ഇനി സലാം സലമെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നടത്തി നോക്കാന്നുണ്ട്. കാരണം എന്നാലും മതി, ഏകദേശം വിഷയങ്ങൾ ക്ലിയർ ആകാൻ അതും നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് റുഖിയയാവട്ടെ അല്ലാത്തതാവട്ടെ പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അവിടെ നിന്നിടത്തോളം നമുക്ക് പ്രയാസവുമില്ല. അതിൽ നിന്ന് വഴിമാറിപ്പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഏറ്റവും ചെറിയ ഈ ബുക്കിൽ എഴുതിയതെങ്കിലും, ഈ ബുക്കിന് വന്നതെങ്കിലും, റുഖിയയുമായി ബന്ധപ്പെട്ട് ഈ ബുക്കിൽ എഴുതിയ ആ ഭാഗമെങ്കിലും ഇത് എഴുതിയ ഹനീഫ് കായ്ക്കുടെയെങ്കിലും അംഗീകരിച്ചാൽ മതിയാകും. നേരത്തെ പറഞ്ഞു, MM അതിന് പോലും അറിയാതെ എഴുതിയ ബുക്ക്. ഹനീഫ് കായ്ക്കൊടിയും ഒപ്പമുള്ള മറ്റ് 20 സംഘവും ഒരു 3 ആളും കൂടി തയ്യാറാക്കിയ ബുക്ക്. ഈ ബുക്കുകൾ അംഗീകരിക്കുമെന്ന് കായ്ക്കൊണ്ട് ചോദിച്ചാൽ മതി. മൂപ്പർക്ക് ഇപ്പൊ ഉറപ്പില്ല. MM അതിനോട് അന്ന് TK അഷ്റഫ് ചോദിച്ചു ഇതിലെ പല പരാമർശങ്ങളെയും കുറിച്ച്. അതേ അങ്ങനെ ഇതില്ലല്ലോ എന്നാ. സർ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ ഇല്ല. അപ്പൊ മൂപ്പർ അറിഞ്ഞിട്ടില്ല ബുക്ക് നടത്താം. MM അറിഞ്ഞിട്ടില്ല ഇതിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത്. ഹനീഫ് കായ്ക്കോട് ചോദിച്ചു നോക്കുക, ഈ ബുക്ക് 100% നിങ്ങൾ അംഗീകരിക്കുകയോ ചോദിച്ചു നോക്കുക. മൂപ്പർക്ക് ഒറ്റടിക്കാന്ന് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ അങ്ങോട്ട് തയ്യാറാക്കി കൊടുത്ത പ്രബന്ധം ഉണ്ടല്ലോ. ഇപ്പൊ പ്രബന്ധം മൂപ്പർക്ക് പറയാൻ പേടിയാ. ഇൻഷാ അല്ലാഹ് ചോദ്യം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഏതായിരുന്നാലും റുഖിയ ശർഇയ്യ അത് കേവലം പ്രാർത്ഥന മാത്രമാക്കി ഒതുക്കിക്കെട്ടാണ് ശ്രമം. അത് ശരിയല്ല, പ്രമാണവിരുദ്ധമാണ്. അതിനെ യോഗസമരവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയുടെ ഭാഗമായി തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത് എന്ന് KM മൗലവിയുടെ ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇവിടെ മുഖാമുഖത്തിൽ നിങ്ങൾക്ക് തുറന്ന അവസരമുണ്ട്. ആരുടെയും ഭീഷണികളോ കണ്ണുരുട്ടുകളോ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മനസ്സ് തുറന്ന് ചോദിക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇതിന്റെ സംഘാടകർ. അതുകൊണ്ട് സംശയമുള്ള, തെറ്റിദ്ധരിച്ചിട്ടുള്ള സഹോദരങ്ങൾ മുമ്പിലേക്ക് കടന്നു വന്ന് ചോദ്യം ചോദിക്കണം എന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു മന്ത്രം മാത്രമാണ്, അതൊരു ചികിത്സാ രീതിയല്ല എന്നതിന് മറുപടി കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ തന്നെ ഓരോ യൂണിറ്റുകളിലേക്കും അയച്ചിട്ടുള്ള ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ അൽ-ലജ്നത്തു ദായിമയുടെ ഒരു ഫത്വയും എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ഫത്വയുടെ മലയാളം ഞാൻ വായിക്കാം. ഞാൻ താമസിക്കുന്ന നാട്ടിൽ ഔലിയാക്കളോടും സജ്ജനങ്ങളോടുമുള്ള സഹായം തേടൽ, മാരണം, ക്ഷുദ്രവിദ്യകൾ പോലുള്ള ശിർക്കിന്റെ എല്ലാ രൂപങ്ങളും വ്യാപിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ അശ്ശിർക്ക് വ മളാഹിറുഹു, ഇലാജുൽ ഉമൂരി സിഹ്രിയ്യ എന്നീ പുസ്തകങ്ങളുണ്ട്. ഖുർആൻ കൊണ്ടുള്ള മന്ത്രം അനുവദനീയമാക്കിക്കൊണ്ടുള്ള സ്വഹീഹായ ചില ഹദീസുകൾ അതിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മന്ത്രത്തിൽ ഏർപ്പെട്ടു. രോഗികളുടെ ആധിക്യം കാരണത്താൽ, പ്രത്യേകിച്ചും മാരണവും
ബാധയുമുള്ളവരെ രാപ്പകലിലായി ഞാൻ മന്ത്രിക്കാൻ തുടങ്ങി. സിഹിർ ബാധ ഒഴിപ്പിക്കുന്നതിനായി എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണോ എന്നിതിങ്ങനെയാണ് ചോദ്യം. അപ്പൊ റുഖയ്യ ശർഇയ്യുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. അപ്പൊ റുഖയ്യ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഒരു പനി വന്നാൽ ഖുൽ ഹുവല്ലാഹു ഓതി സ്വന്തം ശരീരത്തിലേക്ക് ഊതൽ മാത്രമാണെങ്കിൽ ലജ്നത്തുൽ ദായിമ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയോട് എന്ത് പറയണം? നീ ഈ രാപ്പകൽ ഭേദമെന്നെ ചികിത്സിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് മന്ത്രിക്കാൻ രോഗികളായ ആളുകളുടെ ആധിക്യം കാരണത്താൽ എന്നാണ്. അപ്പൊ രോഗികൾ ഇയാളുടെ അടുക്കിലേക്ക് വരുന്നു. എന്തിനാ വരുന്നത്? ചികിത്സാ ആവശ്യാർത്ഥം വരുന്നു. അപ്പൊ റുഖയ്യ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഒരു സ്വയം മന്ത്രിച്ചു കൊടുക്കൽ മാത്രമല്ല, അതൊരു ചികിത്സാ രീതിയാണ് എന്നതാണ് ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ തന്നെ ഇറക്കിയിട്ടുള്ള യൂണിറ്റുകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഈ സർക്കുലർ നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ സാക്കിർ നായിക് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക വേദികൾ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഔദ്യോഗികമായ അഭിപ്രായമാണ് എന്നാണല്ലോ ഹനീഫ് കായക്കൂടി പറഞ്ഞിട്ടുള്ളത്. ആ സാക്കിർ നായിക്കിന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് വർത്തമാന പത്രം വിശദമായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ അതിലുള്ള ചില വാചകങ്ങൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാം പരിഹാരം തരുന്നുണ്ട്. ഒരാളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചാൽ എന്തു ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നതെന്നായിരുന്നു സദസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യം. ഇതിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു: ആർക്കെങ്കിലും ജിന്നോ സിഹറോ ബാധിച്ചാൽ ഹദീസിൽ റുഖ്യയെ അഥവാ ചികിത്സയെ കുറിച്ച് പറയുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് ഖുർആനും പറയുന്നു. ഖുർആനിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ റുഖ്യയാണ്. ഇതിന് സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, ബ്രെയിൻ സ്പെഷ്യലിസ്റ്റ് എന്നിവ പോലെ. അതുകൊണ്ട് റുഖ്യയിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്തവരുടെ അടുത്താണ് ജിന്ന് ശരീരത്തിൽ പ്രവേശിച്ചാൽ പോകേണ്ടത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യതിചരിച്ചവർ സ്പെഷ്യലിസ്റ്റുകളാണെന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും ഇത്തരക്കാരുടെ അടുത്ത് പോകരുതെന്നും സാക്കിർ നായിക് മറുപടിയിൽ വ്യക്തമാക്കി. ഇങ്ങനെ വളരെ വ്യക്തമായി അതൊരു ചികിത്സാ രീതിയാണ് എന്ന്, കേവലം ഒരു മന്ത്രമല്ല എന്ന് സാക്കിർ നായിക് വ്യക്തമാക്കിയിട്ടും അതിന് ഇതുവരെ സാക്കിർ നായിക്കിന്റെ വാദം തെറ്റാണ് എന്ന് ഈ നിമിഷം വരേക്കും ഔദ്യോഗിക വേദികളിൽ നിന്ന് വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും സഹോദരന്മാർ ഇനിയും ചോദ്യം ചോദിക്കുവാൻ വിട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സദസ്സിലേക്ക് കടന്നു വന്ന് മൈക്കിലേക്ക് വരണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. എന്റെ പേര് അഷ്റഫ് പള്ളിക്കൽ ഉസാർ. കായക്കുടി ഇവിടെ നടത്തിയ ആദർശ വിശദീകരണ പരിപാടിയിൽ 2 ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മംഗലാപുരം സംവാദത്തിൽ നസ്രുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ തൗഹീദാണ് നിങ്ങളുടേതെന്നും, രണ്ടാമത്തേത് ഗഫാർ മൗലവി ചികിത്സ നടത്തുന്ന രീതിയിലാണ് സക്കരിയ ടീമും ചികിത്സ നടത്തുന്നതെന്നും. കായക്കുടിയുടെ ഈ ആരോപണങ്ങൾക്ക് വസ്തുത അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. 2 വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഒന്ന് മംഗലാപുരം സംവാദവുമായി ബന്ധപ്പെട്ട വിഷയം. മംഗലാപുരം സംവാദം നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഹനീഫ് കായക്കൂടി സ്വസ്ഥമായിരുന്ന ബൈലക്സിൽ അത് കേട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കേൾക്കാതിരിക്കാൻ തന്നെ മൂപ്പർ കഴിയില്ല. അതുകൊണ്ട് മൂപ്പരത് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ സംഭവത്തിൽ തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ പരാമർശിക്കേണ്ടി വന്നു. കാരണം ഖുറാഫികൾ സംഭവത്തിൽ വന്നപ്പോൾ അവർക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ ജിന്ന് വിഷയം എടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നായിരുന്നു. കാരണം മൂവാറ്റുപുഴ സംഭവത്തിൽ അങ്ങനെയാണല്ലോ കാരന്തൂരികൾ രക്ഷപ്പെട്ടത് ഹനീഫ് കായക്കൂടിന് മുമ്പ്. ജിന്ന് വിഷയം എന്നപ്പോ കായക്കുടിക്കോടെ പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞതാവട്ടെ ഭീമാബദ്ധമായി മാറുകയും ചെയ്തു. കാരണം ഇസ്തിഹാസ വിഷയം പറഞ്ഞപ്പോ നൗഷാദ് ഹസൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്. സിഹിറാവട്ടെ പൈശാചികമാണല്ലോ. അപ്പോൾ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടാകണമെങ്കിൽ പിശാച്ചിന് ഇടപെടൽ ഉണ്ട് എന്ന് വിശ്വസിക്കണം. പിശാച്ചാവട്ടെ നിങ്ങളുടെ കണക്കിൽ അഭൗതികമാണ് താനും. അപ്പോൾ പിശാച്ച് ഇടപെടണമെങ്കിൽ അഭൗതികമായ ഇടപെടൽ പിശാച്ചിൽ നിന്ന് ഉണ്ടാകാമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ പണ്ട് എഴുതി വെച്ചതോ അഭൗതികമായ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ, അല്ലാത്തവർക്ക് കഴിയുമെന്ന വിശ്വാസം ശിർക്കാണ് എന്ന ഇപ്പൊ നിങ്ങൾ പറയേണ്ടി വന്നു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അഥവാ അഭൗതികമായി പിശാച്ച് ഇടപെടും എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? അപ്പൊ നിങ്ങളും ശിർക്കിലല്ലേ?
ഇപ്പോഴാ കായക്കൂടി എന്ന് ഉരുണ്ട് പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്ക് വരൂല, അത് തേടിയാലേ ശിർക്കാവുള്ളൂ. ഉടനെ നൗഷാദ് ചോദിച്ചു, എങ്കിൽ മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാന്ന് എങ്ങനെ പറയാൻ? തേടുന്നില്ല, ഒരാൾ കുത്തുബൈ നടത്തുന്നില്ല, നാരിയാസാത്ത് ചെല്ലുന്നില്ല, അങ്ങനത്തെ ശിർക്കിന് ഏർപ്പാടും ചെയ്യുന്നില്ല, അയാൾ മുഹീദ്ദീൻ ശൈഖ് അഭൗതികമായി സഹായിക്കുന്ന വിശ്വസിക്കുക മാത്രം ചെയ്തു എന്നാ ശിർക്കാന്ന് പറയാൻ പറ്റുമോ എന്നാ അന്ന് മിണ്ടാതെ പോയതാ. പിന്നെ കായക്കൂടി നമ്മൾ കണ്ടിട്ടില്ല സംവാദ വേദികൾ, പിന്നെ ഇവിടെ സംവാദം ഉണ്ടായിട്ടില്ല അവരിട്ട്. അപ്പൊ ആ ധൈര്യത്തിലാണ് ഇവര് വന്നത്, ഈ കേസിന്റെ ആളും ആ ജിന്നുമ കൂടാനാ. പക്ഷേ നമുക്കല്ലാതെ തൗഫീഖ് കൊണ്ട് വിഷയാവതത്തിൽ ആദ്യ അവസരം കിട്ടി. അതുകൊണ്ട് നമ്മുടെ അവതത്തിൽ തന്നെ ജിന്ന് കംപ്ലീറ്റ് അങ്ങനെ എടുത്തിട്ടു. ഓല് ഇങ്ങോട്ട് പറയാൻ വിചാരിച്ചെന്തോ അത് അഡ്വാൻസ് ചെയ്യാൻ അങ്ങോട്ട് പറഞ്ഞു. ജിന്നാവട്ടെ മലക്കാവട്ടെ ആരായും ശരി റബ്ബല്ലാത്തവരോട് ദുആ ചെയ്താൽ ശിർക്ക് തന്നെയാണ് എന്ന് തീർത്തങ്ങ് പറഞ്ഞപ്പോ ഓലും കുടുങ്ങി. ഇനിയിപ്പോ എന്താ പറയാന്ന് അറിയില്ല. ഇതിങ്ങനെ ലൈവായി ഹനീഫ് കായക്കൂടി ഇരുന്ന് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അല്ലാഹു അക്ബർ. അപ്പൊ സ്വാഭാവികമായും കായക്കൂടി എന്നുള്ളത് നമ്മുടെ സംവാദത്തിന് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ജിന്ന് വിഷയം പിന്നെ എടുത്തിട്ടപ്പോ ഞങ്ങൾ പറഞ്ഞു, ഈ ഹനീഫ് കായക്കൂടി പോലും പറഞ്ഞിട്ടുണ്ട് ജബാമൂലിക്ക് വാദമില്ല എന്നുള്ളത് എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ കായക്കൂടിക്ക് എന്തായാലും മംഗലാപുരം സംവാദം എന്നുള്ള ഒരു കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. ഈ 2-3 അർത്ഥത്തിൽ മൂപ്പരെ പേര് പരാമർശിച്ചു എന്നുള്ളതും മൂപ്പർക്ക് കഴിയാത്ത പണി മൂപ്പരേക്കാൾ എത്രയോ താഴെയുള്ള ഞങ്ങളൊക്കെ സാധിച്ചു എന്നുള്ളതും അൽഹംദുലില്ലാഹ് ആ നിലക്ക് ഒരു പ്രയാസം മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ മൂപ്പര അന്ന് തപ്പിയില്ല ഈ അകട്ടിൽ വല്ല ചോരയുണ്ടോ എന്നുള്ളത്. മംഗലാപുരം സംവാദം കഴിഞ്ഞ പദാർത്ഥത്തിൽ മംഗലാപുരത്തെ അത് സംഘടിപ്പിച്ച സലഫി പ്രവർത്തകന്മാർ ഏറെ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് അവിടുന്ന് പുറത്തേക്ക് കഴിഞ്ഞത്. സുന്നി മുസ്ലിയാക്കന്മാർ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ പോലും കഴിഞ്ഞു. ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊണ്ടുവരണ്ട, വേറെ ആരെയും വിളിക്കാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും നമുക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞു. മ്ലാനമായ മുഖത്തോടെയാണ് പോലും മൊത്തം ഇറങ്ങിപ്പോയത്. ശേഷമുള്ള സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം എന്താ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നിവരെ മുഹീദ്ദീൻ ശൈഖിനോട് പറയാമെന്ന് പ്രഖ്യാപിച്ചിട്ടാണല്ലോ അവർ ആ സംവാദത്തിൽ നിന്ന് പോകേണ്ടി വന്നത്. അപ്പൊ ഈ സംവാദത്തിന് വല്ല ചോരയും കിട്ടോ എന്നാണ് കായക്കൊടി തപ്പിയത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാചകം എന്താ, മുസ്ലിയാക്കന്മാരെ ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം അതെന്തായിരുന്നു, നിങ്ങൾ പറഞ്ഞല്ലോ മഹാന്മാരുടെ പ്രാർത്ഥന ശിർക്കാണ് എന്ന്. എന്നാ എന്താ പ്രാർത്ഥന? നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം മുതൽ കിട്ടുന്ന എല്ലാ സംവാദത്തിലും പ്രാർത്ഥന നിർവചനം, ശിർക്കിന്റെ നിർവചനം, തൗഹീദിന്റെ നിർവചനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സാധാരണ കളിക്കാറുള്ളത്. അപ്പൊ നിർവചനത്തിന്മേ കൂടി അതിന് കിതാബ് വായിച്ച് പിന്നെ അപ്പുറപ്പുറം പറഞ്ഞ് അങ്ങനെയാണ് കൊണ്ടുപോയാൽ സാധാരണക്കാർക്ക് വിഷയം പിടുത്തം കിട്ടൂല എന്ന് ഓലിക്കറിയാം. അതിനുവേണ്ടി എല്ലാ സംവാദത്തിലും ഓടി ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യത തൈരീഫ് എന്താണ്, നിർവചനം എന്താണ്. അപ്പൊ അയിമക്കൾ ചെയ്യാനോ. അതുകൊണ്ട് ഇവിടെയും ചോദിച്ചു എന്താണ് പ്രാർത്ഥന. നമുക്കറിയാം ഇതിന് കിതാബ് ഇബാർത്ത് വായിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഇബാർത്ത് എവിടെ കിട്ടി, ആ കിതാബ് ആരെ പറഞ്ഞു, അത് അംഗീകരിക്കാൻ പറ്റുമോ, അതിന് മുമ്പ് ആരെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് സംവാദം കംപ്ലീറ്റ് അങ്ങനെയാണ് കൊണ്ടുപോകാന്ന ഓല ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് അവർക്കും സാധാരണക്കാർക്കും എല്ലാം ബോധ്യമാകാവുന്ന രൂപത്തിൽ നല്ലൊരു വിശദീകരണം കൊടുക്കാൻ നമുക്ക് അവിടെ കഴിഞ്ഞു. അവർ തന്നെ എഴുതിയ പുസ്തകം എടുത്തു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന സമസ്തയുടെ പഴയകാല നേതാവ്, അയാൾ എഴുതിയ പുസ്തകം, അയാള് കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകത്തിന് മറുപടിയായിട്ട് അന്ന് ആ ബുക്ക് എഴുതി അൽ ഖൗലുസ് സദീദ്. കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി തന്റെ അത്തൗഹീദ് എന്ന പുസ്തകത്തിൽ എഴുതി അമ്പിയാക്കളും മൗലിയാക്കളും എല്ലാം പ്രാർത്ഥന നടത്തുന്ന ശിർക്കാണ്. അത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ മറുപടി, ഒരൊറ്റ മുസ്ലിമും നബിയോടോ വലിയോടോ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പറയാറില്ല, അങ്ങനെ പറയാൻ പാടുമില്ല, ഒരു മുസ്ലിമും അങ്ങനെ പറയുകയുമില്ല. വളരെ ക്ലിയറാണ്. നമ്മൾ നിർത്തിട്ട് പറഞ്ഞു ഈ പറഞ്ഞ പ്രാർത്ഥന ഏതോ അതിനെപ്പറ്റി നമ്മുടെ ചർച്ച. ഇവിടെ പറഞ്ഞ പ്രാർത്ഥന ഏതാ, ആ പ്രാർത്ഥനയാണ് നമ്മളെ ചർച്ച എന്ന് പറഞ്ഞപ്പോ എല്ലാം ക്ലിയറായി. എന്നിട്ട് പിന്നെ ആയത്തുൽ ഹദീസൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ കായക്കുടിയുടെ കണ്ടുപിടുത്തം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പ്രാർത്ഥനയാണ്, അദ്ദേഹത്തിന്റെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞല്ലോ. കാരണം മൂപ്പര് പഴയ കാലത്ത് ഖുറാഫിയായിരുന്നു, അതാ മൂപ്പര് കണ്ടുപിടിച്ചത്.
ഫൈസൽ മുസ്ലിയാർ പണ്ട് ഖുറാഫയായിരുന്നു. ഇവിടെ ഇങ്ങനെ കയറിക്കൂടി ഇവിടെ ഒന്നാ ഖുറാഫാത്തെ കൊണ്ടങ്ങനെ പണിയെടുക്കുകയാണ്. അത് ഓരോന്നിങ്ങനെ പുറത്തേക്ക് വരിക. ഇപ്പൊ കണ്ടോ സംവാദത്തിൽ പറഞ്ഞെന്താ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ തൗഹീദാണ് ഞങ്ങൾ തൗഹീദ് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര വക എന്ത് നമ്മളെ പാഠബുക്കിലില്ലേ പ്രാർത്ഥന നിർവചനം, നമ്മൾ പല സ്ഥലത്തും എഴുതിയിട്ടില്ലേ പ്രാർത്ഥന നിർവചനം, പല കിതാബിലില്ലേ നിർവചനം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ എന്താ പ്രശ്നം, ജിന്ന അപ്പുറത്തുണ്ട്, അതുകൊണ്ട് കുടുംബം പേടിച്ചിട്ടാണ്. കായക്കൊടിക്കല്ലേ പേടിയുള്ളൂ, ഞങ്ങൾക്കാർക്കും ആ പേടില്ല. മാത്രമല്ല ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിന്നും മലക്കും എല്ലാം കൂട്ടി പറഞ്ഞിട്ടാ ആ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. എന്നിട്ട് കായക്കുടി പറഞ്ഞ ജിന്നുണ്ട്, അത് ബേജാറായിട്ടാണ് നമ്മൾ നിർവചനം പറയാതിരുന്നത്. കായക്കുടിന് ആ ആരോപണത്തെ ക്ലിപ്പ് വേണ്ടാവും, അതൊന്ന് കേൾക്കി. എന്നിട്ട് ഇൻഷാല്ലാ സംവാദത്തിന്റെ ഭാഗം കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. മംഗലാപുരത്ത് നടന്ന വാദപ്രതിവാദത്തിൽ മുസ്ലിയാമാരൊരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ ഈ പ്രാർത്ഥന ശിർക്കാണ്, മരിച്ചുപോയ മാമാരുള്ള പ്രാർത്ഥന 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 എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ പ്രാർത്ഥന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ ബുക്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ കഴിവിന് അതീതം, അതേപോലെ അസാധാരണം, അഭൗതികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാണ് ഒരു വിളി പ്രാർത്ഥനയാകുന്നത്, എപ്പോഴാകാതിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു. അത് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് പറഞ്ഞാൽ അതിൽ ജിന്നും പെടും. അപ്പൊ എന്നാ പിന്നെ ജിന്നിനോടുള്ള തേട്ടം ശിർക്കല്ലേ എന്ന് വലിയമാര് ചോദിക്കും. അതുകൊണ്ട് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉപ്പും ചോറും തിന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വായു ശ്വസിച്ച് ഈ പ്രസ്ഥാനത്തോടൊപ്പം നടന്ന പുളിക്കലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകർ സക്കരിയയുടെയും ഫൈസലിന്റെയും വാദം ശരിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മംഗലാപുരം സംവാദം നിങ്ങളൊന്ന് കേൾക്കണം. ആ മംഗലാപുരം സംവാദത്തിൽ ഏത് പ്രാർത്ഥനയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഒരു കാലത്ത് ഖുബൂരിസത്തിന്റെ വക്താവായിരുന്ന ഫൈസൽ മുസ്ലിയാർ അവിടെ പറഞ്ഞ മറുപടി, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഉദ്ദേശിച്ച പ്രാർത്ഥനയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. കണ്ടോ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഉദ്ദേശിച്ച പ്രാർത്ഥനയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. കാരണം എന്താ, ഫൈസൽ മുസ്ലിയാർ ഒരു കാലത്ത് ഖുറാഫിസത്തിന്റെ വക്താവായിരുന്നു. അതാണ് ധ്വനി. എന്നിട്ട് പുളിക്കല്ല മുജാഹിദികളെ കംപ്ലീറ്റ് വിളിച്ച് ഓലക്കപ്പാടെ കീശീരാക്കിയിട്ട് അവരെ തൽക്കാലം പൊട്ടീസാക്കി വിടാനാ മൂപ്പര് കണക്കാക്കിയത്. ആ സംവാദം കേൾക്കണമെന്ന മൂപ്പരാവശ്യം നമുക്കതിനെ പറയാനുള്ളൂ. പറ്റെങ്കിൽ കായക്കുടിയുടെ ചെലവിൽ ഒരു 100 കോപ്പി CD ഈ പുളിക്കൽ പ്രദേശത്ത് നിങ്ങൾ വിതരണം ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ മംഗലാപുരം സംവാദത്തിന് CD 100 കോപ്പി കായക്കുടിന്റെ ചെലവിൽ എല്ലാവരും കേൾക്കട്ടെ. എന്നാ ഓർക്ക് തനിനിറം മനസ്സിലാവുമല്ലോ. ആഹാ, ഈ സൈസ് മനുഷ്യനെ ഈ ഫൈസൽ മുസ്ലിയാരില്ലേ, ഇയാളപ്പം പെടാൻ പാടില്ല എന്ന് ഈ നാട്ടിൽ മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങൾ ആ CD 100 കോപ്പി എടുത്തിട്ട് കൊടുക്കി, ആളുകൾ കേൾക്കട്ടെ. അതാണ് ഹനീഫ് കായക്കുടി പറഞ്ഞ വാക്കിനോട് മൂപ്പര് കൂറുണ്ടെങ്കിൽ മൂപ്പര് ചെയ്യേണ്ടത്. ഇനി എന്താ ഖുറാഫിയുടെ ചോദ്യം? മംഗലാപുരം സംവാദത്തിന് ഖുറാഫിയുടെ ഒന്നാമത്തെ ചോദ്യമായിരുന്നത്. ആ ചോദ്യം കേട്ടോളി. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ എഴുതിയല്ലോ, മഹാന്മാരായ അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അവർ മരണപ്പെട്ടതിന് ശേഷം അവരോട് സഹായം അവരോട് പ്രാർത്ഥന ശിർക്കാണെന്ന്. എന്നാൽ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയ ആ വാചകം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ഇതായിരുന്നു ചോദ്യം. പ്രാർത്ഥന എന്ന വാചകം കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ കായ്ക്കൊന്ന ഭാഷയിൽ നമ്മളാകെ ബേജാറായി. കാരണം എന്താ, എന്ത് പറഞ്ഞാലും ജിന്ന് അപ്പുറത്തുണ്ടാവുമല്ലോ, അപ്പൊ എടുങ്ങാറാവൂലേന്നാ. നമ്മളെ സംബന്ധിച്ച് ജിന്ന് കയറിയാല് ഇറക്കാൻ പറ്റുന്നത് പഠിച്ചുകൂടി പിന്നെ ഒരു ബേജാറുമില്ല. മൂപ്പർക്കേ ബേജാറ്, റുക്കയ്യ മൂപ്പർക്ക് എപ്പോഴും പ്രാർത്ഥന വെക്കുക. പോട്ടെ. അപ്പൊ ഏതായാലും ഈ ചോദ്യം വന്നു, നമ്മളെ സംബന്ധിച്ച് വല്ലാത്ത സന്തോഷം. കാരണം എന്താ, ക്ലിയർ ആണല്ലോ. എന്താണ് പറഞ്ഞത്തിന് എല്ലാം ക്ലിയറായി. ആ മറുപടിയും കൊടുത്തു. കേട്ടോ നിങ്ങൾ, അവിടെ നമ്മൾ ഒന്നാമത്തെ ചോദിച്ചു നൽകിയ മറുപടി. ഇപ്പൊ എന്താ പ്രാർത്ഥന എന്താന്ന് പറയണമെന്ന ഇതേ മുസ്ലിയാക്കന്മാർ വിളിച്ചത്, ഉസ്താദെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കിട്ടോ എന്ന് പറഞ്ഞ് 100 റുപ്യ നീട്ടിയാലോ? ഈ ഇർഫാനി പറയോ, കാക്ക ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, പക്ഷെ എന്താ പ്രാർത്ഥന? അതിന് ആവശ്യപ്പെടാൻ അർത്ഥമുണ്ട്, വിനയത്തോടെ ചോദിക്കാൻ അർത്ഥമുണ്ട്, യാചിക്കാൻ അർത്ഥമുണ്ട്, ഈശ്വരനാണെന്ന് വിചാരിച്ച് ചോദിക്കാൻ അർത്ഥമുണ്ട്. ഇതിലിപ്പോ ഏതാ എനിക്ക് വേണ്ടി? എനിക്ക് ഇന്നലെ അതിന് 100 പോലെ 150 വേണം എന്ന് പറയോ? എന്നിട്ട് സംവാദത്തിന് പ്രാർത്ഥന എന്താ തിരിഞ്ഞിട്ടില്ല. ഏതാ പ്രാർത്ഥന തിന്നിട്ടില്ല? ആ തിരിഞ്ഞതാ ഞാൻ അർത്ഥം ചോദിച്ചത്. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയില്ലേ, ഞാൻ പ്രാർത്ഥിച്ചു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേട്ടിട്ടില്ല, ഒരു മുസ്ലിം അങ്ങനെ പറയുകയുമില്ല.
അതിനെന്താ മൂപ്പര മറുപടി അറിയോ? അത് ഭാഷാപരമായ പ്രാർത്ഥനയാണ്. എന്നാ പിന്നെ പറയാൻ പാടില്ല എന്നുണ്ടോ? ഭാഷാപരമായ പ്രാർത്ഥനയാണെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ പറയൂലെന്ന് എഴുതൂ. ആവശ്യപ്പെടുക, ചോദിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞൂടെ? പിന്നെന്തിന് റസൂലുള്ളാഹി മുസ്ലിംസ്കാർ അങ്ങനെ പറയാൻ പാടില്ല എഴുതിയത്? അപ്പൊ ഭാഷാപരമായ പ്രാർത്ഥന അല്ലാതെ മനസ്സിലായി. പ്രാർത്ഥനയ്ക്ക് പല അർത്ഥം ഉണ്ടാകാം. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച മഹാന്മാരായ അമ്പിയാവിനോട് പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതെ നിങ്ങൾ ഖണ്ഡിക്കുന്നുവെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന അത് ഏതാ നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, സാധാരണക്കാർക്ക് എന്തായാലും അറിയാം. അതാണ് ഇന്തറുഹും എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതിൽ ജിന്ന് പെടും. മുസ്ലിം കുടുങ്ങണ്ടങ്ങള് ജിന്ന് എല്ലാ ജിന്നും പെടും. ഹാദറും വായിബും കാതിറും എല്ലാം പുഴക്കടവും കുളക്കടവും എല്ലാം അഡ്വാൻസായി പെട്ടു. ഇത് വിഷയവദത്തിൽ തന്നെ വരുന്ന് മൂപ്പര് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ തൗഹീദുൽ ജബ്ബാരിയ എന്തായാലും ജബ്ബാർ മൗലവി ഈ വിഷയം ക്ലിയർ ആക്കി തന്നതുകൊണ്ട് നിങ്ങളെ ആളുകൾക്ക് അടക്കം തൗഹീദ് പഠിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതപ്പോ സംഭവിച്ചത് ഞങ്ങൾക്ക് ആദ്യം അറിയാം, ജബ്ബാർ മൗലവിക്ക് അറിയാം, അപ്പൊ നിങ്ങൾക്കും പഠിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തി വല്ലാണ്ട് വന്നില്ലല്ലോ ചോദിക്കാന്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി തൗഹീദ് ഇപ്പൊ അവർക്ക് നമ്മളോട് കൃത്യമായി പറയാനുള്ള എല്ലാ ട്രാക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളെ സാധാരണക്കാർക്ക് വരെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഏതാണ് പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇടങ്ങാറാകണ്ട. അല്ലാഹു തആല പറഞ്ഞു, ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ. ആരോട്? ജിന്നോ മലക്കോ മനുഷ്യനോ നബിയോ വലിയോ കല്ലോ മരമോ ആരുമാവട്ടെ, റബ്ബിന് പുറമെയുള്ള എല്ലാവരും ആരായാലും ശരി, ദുആ ചെയ്താൽ ആ ദുആ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, അത് ശിർക്കാണ്. ആ ദുആ അതിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം ധാരാളമുണ്ട്. ഉദാഹരണമായി മഅ്ബൂദിയ്യത്തിന് പോയില്ല എന്ന് ശിർക്ക് നിർവചനം പറഞ്ഞവർ, അതേപോലെയുള്ള നിർവചനങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കത് ബോധ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിനോട് അള്ളാഹ്ക്ക് പുറമെ ഒരാളും ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ചോദിച്ചിട്ടില്ല, മുഹമ്മദേ ലാത്ത ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ പോയി 10 രൂപ വായ്പ ചോദിച്ചിട്ടുണ്ട്, അത് ശിർക്കാവോ എന്ന് അബൂജഹൽ ചോദിച്ചിട്ടില്ല. കാരണം അബൂജഹലിന് അറിയാം അതല്ല പ്രാർത്ഥന, അതല്ല പ്രാർത്ഥന. മായംലിക്കുനമിൻ ഖിത്മീർ, കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂജഹല് ലാത്തയുടെ കാരക്കത്തോട്ടത്തിൽ നിന്ന് ഈത്തപ്പനക്കുരുവുമായി വന്നിട്ടില്ല. അപ്പൊ കണ്ടോ, ഇത്ര കൃത്യമായി പറഞ്ഞു. അവിടെ ജിന്ന് പെടും, ജിന്നിനോട് തേടിയാലും ശിർക്കാണ് എന്ന് ആ സാക്ഷാൽ ഔദ്യോഗിക ഖുറാഫികളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു. എവിടെ പ്രഖ്യാപിച്ചത്? റസൂലുള്ളാഹി മുസ്ലിം എഴുതിയ ആ വാചകത്തിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തോ ആ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ തൊട്ടടുത്ത വാചകത ജിന്നും പെടും. എന്നിട്ട് ആ കായക്കൂടെ എന്ത് പറഞ്ഞത്? ജിന്ന് പെടുന്ന് പേടിച്ചിട്ട് മൂപ്പ് നിർവചനം പറഞ്ഞില്ല. കണ്ടങ്ങള് എങ്ങനെയോ മനുഷ്യൻ എത്ര തരം താഴാൻ കഴിയുക? താല്പര്യങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷെ ഇത്ര തരം താഴാൻ ഹനീഫ് കായക്കൂടെയൊക്കെ ഇങ്ങനെ വാക്കുമാറ്റി പറഞ്ഞതിൽ ആദ്യമൊക്കെ എനിക്കൊക്കെ വിഷമുണ്ടായിരുന്നു. ഇപ്പൊ തോന്നുക ഇതൊന്നും വെറുതല്ല. ഹിദായത്ത് നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പല കാരണങ്ങളാൽ ഹിദായത്ത് നഷ്ടപ്പെടും. ഒരു പക്ഷെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചില തിന്മകൾ ഹിദായത്ത് പോകാൻ കാരണമാകും. മാത്രമല്ല ഈ പുളിക്കല് മാത്രങ്ങൾ ഏത് യൂണിറ്റ് എടുത്ത് നോക്കി ഹനീഫ് കായക്കൂടെ വഴുതിന് വിളിച്ച ഒരു അനുഭവം ഇല്ലാത്തൊരാരും ഉണ്ടാവില്ല. ഹനീഫ് കായക്കൂടി മനസ്സ് മുസ്ലിയാരെയും വഴുതിനെ വിളിച്ചിട്ട് നെഞ്ചിങ്ങനെ ഇടിച്ച് കാത്തു നിന്ന അനുഭവമില്ലാത്ത ഒരൊറ്റ യൂണിറ്റ് കേരളമിലുണ്ടാവൂല. ഞാൻ സാക്ഷിയായിരുന്നു, ഞാൻ ഇരയവന. ഞങ്ങൾ വേങ്ങര മണ്ഡലത്തിൽ വിളിച്ചു, വേങ്ങര ബസ് സ്റ്റാൻഡ് നല്ല പ്രോഗ്രാം വെച്ചു. പക്ഷെ ഉച്ചയപ്പോഴേക്കും മൂപ്പര ഫോൺ ഓഫ്. യാതൊരു വിവരവുമില്ല, വിളിച്ചിട്ട് ഒരു വിവരം കിട്ടുന്നില്ല. അവസാനം അസറായി മഗ്രിബായി നിസ്കാരം കഴിഞ്ഞു, ആളുകളും വന്ന് കൂടി. 7 മണി 7:15 7:20 വരുന്ന എല്ലാ ബസ്സുകളും നോക്കുമെന്ന് ഇറങ്ങുന്നുണ്ടോന്ന്. 2 ആൾ നിർത്തി. അവിടെ ആ രംഗന്തേക്കും 2 ആൾ നിർത്തി വരുന്ന ഓരോ ബസ്സും നോക്കുക, ഇയാൾ വരുന്നുണ്ടോ. അവസാനം 7:00 നിങ്ങൾ കാര്യം ചെയ്യ്, ഇങ്ങാണ്ട് കേറിക്കോളി. മൂപ്പര് വന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ സ്വാഗതം പറഞ്ഞ് നിർത്തിക്കാളിയാണ്. അങ്ങനെ സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ കയറി. എന്റെ സ്വാഗതം 9:30 വരെ പറയേണ്ടിരുന്നു. 9:30 വരെ പ്രസംഗിച്ചെന്ന് പോരേണ്ടിരുന്നു. അയാളെ കണ്ടില്ല. ചെറൂർ മുഖാമുഖം നമ്മൾ നടത്തിയ പരസ്യമായ ആദ്യത്തെ മുഖാമുഖമായ ചെറൂർ മുഖാമുഖം. അനസ് മുസ്ലിയാർ എന്നോട് വന്നത് നമുക്ക് പരസ്യമായി മുഖാമുഖം നടത്തണം. ആയിക്കോട്ടെ, നടത്താം. അയാൾ നിർദ്ദേശപ്രകാരം അതിന് മുന്നിട്ടിറങ്ങി. ഞങ്ങളൊക്കെ പാടെ കൂടി ആലോചിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേങ്ങര വെച്ച് നടത്താം. അങ്ങനെ വേങ്ങര വെച്ച് നടത്തി.
ധാരാളം വളണ്ടിയേഴ്സ് തയ്യാറാക്കി എല്ലാ ഒരുക്കങ്ങളും നടത്തി എല്ലാ സെറ്റപ്പോടും കൂടി മുഖാമുഖം സംഘടിപ്പിച്ചു. ഹനീഫ് കായ്ക്കുടിയും അനസ് മൗലവിയായിരുന്നു അതിലെ പ്രധാന അവതാരക. ഞങ്ങളൊക്കെ പിന്നെ സഹായിക്കാൻ വേണ്ടി കൂടി കൊടുക്കാന്ന് മാത്രം. അനസ് മൗലവി കുവൈത്തിക്ക് പോയി. അദ്ദേഹം തലേന്ന് വരുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ വന്നില്ല. വിളിച്ചത് കിട്ടുന്നില്ല. മൂപ്പർ നമ്പർ സംഘടിപ്പിച്ച് അങ്ങോട്ട് വിളിച്ചു, കിട്ടുന്നില്ല. അങ്ങനെ ആരോപണം കുഞ്ഞു മുഹമ്മദ് പറപ്പൂരുണ്ട് കുവൈത്തില്, അദ്ദേഹത്തെ വിളിച്ചാൽ ചിലപ്പോൾ അനസിനെ കിട്ടും. അങ്ങനെ പറപ്പൂരിന്റെ വീട്ടിലേക്ക് വിളിച്ചു, പറപ്പൂരിന്റെ നമ്പർ സംഘടിപ്പിച്ചു. പറപ്പൂരിന്റെ കുവൈത്തിക്ക് വിളിച്ച പറപ്പൂർ പറഞ്ഞു, എന്റെ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഞാൻ ഫോണ് കൊടുക്കാം. അവിടെ കൊണ്ടുപോയി ഫോണ് കൊടുത്തപ്പോ പറഞ്ഞു, എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല, ഹനീഫ് ഉണ്ടാവും, നിങ്ങള് പ്രശ്നമാക്കണ്ട. ഹനീഫിനെ വിളിച്ചു, വരാന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാവിലെ മുതൽ മൂപ്പര ഫോൺ ഓഫ്, കിട്ടുന്നില്ല. പല വഴിക്കും നോക്കി, പക്ഷെ വരിക നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ, ഓലക്കപ്പാടെ കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ സംഭവമല്ലേ. അങ്ങനെ അവസാനം ജാബിർ കായ്ക്കുടെ വിളിച്ചു റഹിമഹുല്ലാ. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, വിഷയമുണ്ട്, അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ജാബിർ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ. ഉണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ. അവിടെ ചെന്നു നോക്കി. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പൊ ജാബിർ പറഞ്ഞു, ഹനീഫ് അവിടെ ഉണ്ട്, നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, കാത്തു നിന്നു. 1 മണിക്കൂർ നിന്നു, വിളില്ല. വീണ്ടും വിളിച്ചു ജാബിറിനെ. അപ്പൊ അദ്ദേഹം അല്ല, ഓൻ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചിട്ടില്ല, ഞാൻ ഒന്നുകൂടെ പോയി പറയാം. രണ്ടാമതും ജാബിർ പോയി പറഞ്ഞു, പ്രതികരണമില്ല. വീണ്ടും ജാബിറിനെ ഞാൻ വിളിച്ചു, അല്ല, വിവരമൊന്നുമില്ലല്ലോ. അപ്പൊ ജാബിർ പറഞ്ഞു, എന്തായാലും ഓൻ വീട്ടിലുണ്ട്, എന്താ എനിക്കറിയില്ല. അപ്പൊ ഉറപ്പായി മൂപ്പര് വരൂല. ഇങ്ങനത്തെ അനുഭവങ്ങളുള്ള യൂണിറ്റുകാരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർ. അപ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളുന്ന് വരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. സംഘാടകരായ ആളുകളെ വിഷമം അവിടെ നമുക്ക് മനസ്സിലാവുക. ഏൽപ്പിച്ചോ നേരെ കൂടി തിരിയ, വിളിച്ചിട്ടുണ്ടാവില്ല, ഓർമ്മാക്കിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഓനെ നേരെ തിരിയ. അന്ന് സ്റ്റേജ് കെട്ടാനും പണമിറക്കാനും സംഘടിപ്പിക്കാനും എല്ലാത്തിനും 1, 2, 3 ആളെ ഉണ്ടാവുള്ളൂ. അവസാനം ഈ ആക്ഷേപങ്ങളും നിർത്തിപ്പോകാൻ തോന്നിപ്പോകും ഒരു പക്ഷ സമയത്ത്. ഇങ്ങനത്തെ അനുഭവം ഇല്ലാത്ത ഏത് യൂണിറ്റാണുള്ളത്? ഒരു സ്ഥലത്ത് വഴലേൽപ്പിച്ചു കായ്ക്കൊടിയെ, ഒരു വിവരമില്ല. അവസാനം മൂപ്പര് അടുത്ത വീട്ടിൽ നമ്പർ സംഘടിപ്പിച്ച് അങ്ങോട്ട് വിളിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ പിന്നെ വോളിബോൾ കളിക്കുന്നുണ്ട്. മൂപ്പരാട് വോളിബോൾ കളിക്കുക. അപ്പൊ ഇവര് പറഞ്ഞു, കാര്യം ചെയ്യും. മൂപ്പര് പറഞ്ഞാള് ഞങ്ങൾ ഒരു വണ്ടിക്ക് വേണ്ട ആളാട് വരുന്നുണ്ട് എന്നാണ്. അപ്പൊ കുറച്ച് മൂപ്പര് ഇങ്ങോട്ട് വിളിച്ചു, അല്ല ഞാൻ ഇവിടെ പുറപ്പെടുകയാണ്. ഒരു വണ്ടിക്ക് ആളാണ്ട് വരുന്നുണ്ട്, അപ്പൊ മൂപ്പർക്കൊന്ന് പുറപ്പെടാൻ പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിസ്വാർത്ഥരായ പല മുജാഹിദീങ്ങൾക്കുണ്ട്. അവിടേക്ക് ഉള്ളെന്ന് വന്നൊരു പ്രാർത്ഥന ഉണ്ട്, പഠിച്ചോൻ കൊടുക്കട്ടെ എന്നുള്ള തേട്ടം ഉള്ളെന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏൽപ്പിച്ചു കൊടുത്ത അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ട്രെയിൻ ടിക്കറ്റ് പോലും ഇങ്ങോട്ട് 30 ബസ്സിന് വരും, അല്ലെങ്കിൽ 30 ടിക്കറ്റ് എടുത്ത് വരും. അങ്ങോട്ട് പോകാൻ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ആ ടിക്കറ്റും കീശിട്ട് സംഘാടകൻ നിൽക്കുക. അവിടെ മൂപ്പര് വയതായിട്ട് പോകുമ്പോ സീറ്റ് കിട്ടാതെ നിന്ന് പോകരുത് എന്ന ആത്മാർത്ഥത കൊണ്ട് റിസർവ് ചെയ്ത് ടിക്കറ്റും കീശിട്ട് നിൽക്കുന്നിട്ട് മൂപ്പര് വരുന്നില്ല എന്ന് കേൾക്കുമ്പോണ്ടാണ് വേദന ഉണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാവാം. ഹനീഫ് കായ്ക്കുടി വീട്ടിലിരുന്ന് ബൈലക്സിലൂടെ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂപ്പിക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ നാളെയുമുണ്ട് പുത്രത്താണിയിൽ ഹനീഫ് കായ്ക്കുടിക്ക് മറുപടി ഞാനും താജുദ്ദീൻ സഹായിക്കും, അതും കേൾക്കണം. ഞാൻ സൂചിപ്പിച്ചത്, ഇത്ര ഈ സമസ്തക്കാർക്കെതിരെ ഖുറാഫികൾക്കെതിരെ ഇത്ര ശക്തമായി നമ്മുടെ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് നടത്താനായ നമ്മുടെ സംവാദം എന്തൊക്കെയാണെങ്കിലും അൽഹംദുലില്ലാഹ് അത് ഖൈറായി എന്ന് പറഞ്ഞില്ലെങ്കിലും ആക്ഷേപിക്കാതിരുന്നാൽ അത് നല്ലതല്ലേ. എന്നിട്ടാണ് അതിനൊരു വാചകത്തിന് കണ്ടോ തൗഹീദ ഞങ്ങൾ തൗഹീദ് എന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ, ജിന്നിനെ പേടിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ക്ഷീരമുള്ള ഒരകിലും ചുവട്ടിലും ചോരയല്ലോ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞത് ഇവിടെയും സത്യമാകുന്നു എന്ന് മാത്രം. മൻസിൽ മഫാസ് എന്ന പുസ്തകം എടുത്തിട്ടാണ് ഹനീഫ് കായ്ക്കുടി പിന്നെ ഫിറ്റാക്കുന്നത്. അത് പുളിക്കലും ചെയ്തു. റുഖിയ ശറഈ ആദ്യം പ്രാർത്ഥനയാക്കി ഒതുക്കി. എന്നിട്ട് റുഖിയന്റെ മറവിൽ ഇതാ അവിടെ ചികിത്സ തുടങ്ങാൻ പോവുകയാണ്, അന്ധവിശ്വാസം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് വഫാർ മൗലിന്റെ പുസ്തകം എടുക്കുക, മൻസിൽ മഫാസ്. അതിൽ ഓരോന്നിനുമുള്ള ഓരോ ആയത്ത്, ഓരോ ഹദീസ്, ഓരോ ദുആ, ഇത്ര പ്രാവശ്യം ചെല്ലാൽ ഇന്ന ലോകത്തിന്, ഇത്ര പ്രാവശ്യം ചെല്ലാൽ ഇന്ന ലോകത്തിന് എന്ന് വായിച്ച് കണ്ടോ. ഇവിടേക്കാണ് ഇവര് കൊണ്ടുപോണത്. ഇവിടേക്കാണ് കൊണ്ടുപോണത്. പഴയ ഇമാമായ
അബ്ദുൽ ഗഫാർ മുസ്ലിയാർ സാക്ഷാൽ ഖുറാഫി. ആ ചങ്ങാതി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകം മൻസിൽ മഫാസ്. കുറെ ആയത്ത് കാണും, കുറെ ഹദീസ് കാണും, ബാക്കി കുറെ മൂപ്പര ഭാഗ്യം കാണും. അതിൽ മൂപ്പര് വെച്ച എണ്ണം, മൂപ്പര് വെച്ച രീതി, മൂപ്പര് വെച്ച സവിശേഷത എല്ലാം വെച്ചിട്ടാണ് മൂപ്പര് വിറ്റ് പൈസാക്കുന്നത്. എത്രത്തോളം വെച്ചാൽ മൂപ്പര് പറഞ്ഞു, ഈ പുസ്തകം ഇപ്പോൾ പലരും ഇത് വ്യാജമായി അടിച്ച് വിതരണം ചെയ്യുന്നുവെന്ന് ഞാൻ കേൾക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വ്യാജമായ പുസ്തകത്തിൽ നിന്ന് ഇത് നോക്കി ചൊല്ലിയാൽ അവർക്ക് ഫലമുണ്ടാവുകയില്ല. മൂപ്പർ ഔദ്യോഗികമായ ബുക്കിൽ നിന്ന് പഠിച്ചാല് ഫലം ഉണ്ടാവുള്ളൂ, അല്ലാത്ത ബുക്കിൽ നിന്ന് പഠിച്ചാൽ ഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. കാരണം മൂപ്പർ ബിസിനസ് കൂടിയാണ് കണ്ടപ്പോ. എന്നാൽ ഈ ഗഫാർ മൗലവിന്റെ ചികിത്സ വായിച്ചിട്ട് കണ്ടോ, ഇനി ഇതെങ്ങനെ നിങ്ങൾ എതിർക്കാതാ? നമ്മക്കതിന് യാതൊരു ആശങ്കയില്ല. ഗഫാർ മൗലവിയില്ല, അതിനപ്പുറമുള്ള വന്നാലും ഏത് വിഷയവും ഇസ്ലാഹി പ്രസ്ഥാനം ഈ കാലം വരെ എതിരാളികളുമായി ഏതൊക്കെ വിഷയത്തിൽ ഏറ്റുമുട്ടിയോ ആ വിഷയങ്ങളിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് ആദർശരംഗത്ത് നമുക്കെല്ലാവർക്കും ഉണ്ട്. സംശയമൊന്നുമില്ല. നമ്മൾ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരാശങ്കക്കും വകല്ല, മുട്ടുവറക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ലേ ധൈര്യമായി ഞങ്ങളൊക്കെ പോലുള്ള ഒന്നുമല്ലാത്ത താഴേക്കടയിലുള്ള പ്രബോധകന്മാർ പോലും കയറി ചെന്നിട്ട് ചോദിച്ചോളൂ എന്ന് പറയണത്. നമുക്ക് ഒന്നുണ്ട്, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാൻ നമുക്ക് പഠിഞ്ഞു. അതാണ് ഇപ്പൊ പറഞ്ഞ വലിയ പഠിപ്പ്. അതാണ് ആദ്യം അതറിയില്ല, ആദ്യം അതറിയോ ഒക്കെ ഞങ്ങൾക്ക് അറിയുന്ന വിചാരിച്ചിരുന്നത്. ഇപ്പൊ പഠിഞ്ഞു, അറിയാത്ത ഒരുപാട് സംഗതി ഉണ്ട്. അതോടുകൂടി ധൈര്യമായി. എന്താണെന്ന് ചോദിച്ചാൽ അറിയെങ്കിൽ അറിയാറിയാൽ മതി. കഴിഞ്ഞ ആഴ്ച കോലമംഗലത്ത് മുഖാമുഖം നടത്തി എറണാകുളത്ത്, നമ്മളെ കമ്പി കച്ചവടക്കാരുടെ നാട്ടിൽ. പക്ഷെ കമ്പിയുമായി കുറെ മനുഷ്യന്മാർ വന്നു, കച്ചറുണ്ടാക്കി പുസ്തകമാക്കി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അവിടെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോളി, അറിയുമെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അപ്പൊ ഒരുത്തന്റെ ചോദ്യം ഇതാണ് പ്രശ്നം, നിങ്ങൾ മുഖാമുഖം നടത്തുമ്പോ എല്ലാം അറിയുന്ന ആളെ കൊണ്ടുവരണ്ടേ, എല്ലാം അറിയുന്ന ആളെ കൊണ്ടുവരണ്ടേ, ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണ്ടേ? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചോദ്യം ചോദിക്ക്. ഞാൻ ചോദ്യം ചോദിക്കേ, ഞാൻ മറ്റേ പള്ളിന്റെ പ്രസിഡന്റാ, ഞാൻ ചോദ്യം ചോദിക്കല, എനിക്കെന്താ സംശയമുള്ളത്? അപ്പൊ ഈ കോലത്തിലാ കൗമുള്ളത്. അപ്പൊ ഏതായിരുന്നാലും അറിയില്ല എന്ന് പറയാൻ പറഞ്ഞുകൂടി പിന്നെ ബേജാറൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഗഫാർ മൗലവിയല്ല, മൻസിൽ മഫാസ് അല്ല, സാക്ഷാൽ കായക്കൊടി വന്നാലും അവിടെയൊക്കെ കൃത്യമായി പറയാനുള്ള കോള് ആദർശ രംഗത്ത് നമ്മുടെ മക്കളുണ്ട്. കാരണം പ്രമാണം വിട്ടിട്ടില്ല. മറ്റുള്ള പ്രമാണം വിട്ടു, പ്രമാണിന്റെ പിന്നാലെ പോയപ്പോ ഓർക്കൊരു പക്ഷെ ബേജാറുണ്ടാവും, ഇനിയിപ്പോ എങ്ങനെ ഖുറാഫത്ത് പോകാൻ ഓർക്ക് പോകാൻ കഴിയില്ല. കാരണം നന്ദിക്ക് ഏതായാലും പോകാൻ പറ്റൂല. നന്ദിപ്പള്ളി താക്കോല് മറ്റൊന്ന് ചോദിക്കിട്ട് പോ, എത്രപ്പോഴും ഓർക്ക് ആവശ്യം, പക്ഷെ താക്കോല് വേണം. കായക്കുടി വന്നേരം താക്കോല് കൊടുത്തരാന്ന്, ആ താക്കോല് കാത്തിക്കുണ്ട്. അവിടെ ഓർക്കാണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ അവിടെയും പോകും. 21 ശനിയാഴ്ച നന്ദി കോളേജിന് മുമ്പിൽ സക്കരിയ സുലാഹിയും ഞാനും കൂടെ മുഖാമുഖം നടത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എവിടെയും പോകാം, എവിടെയും ചെന്ന് ഏത് വിഷയത്തിലും വയലോ ഖണ്ഡനമോ മുഖാമുഖമോ സംവാദമോ നടത്താൻ യാതൊരു പ്രയാസമില്ല. അതുകൊണ്ടല്ല അബ്ദുറഹ്മാൻ സലഫിലേക്ക് എത്ര പോലെ ഞാൻ വെല്ലുവിളിക്കുന്നത്. അത് മാറുന്നില്ലല്ലോ പതി. ഞങ്ങളുടെ ഒപ്പം നിർത്താൻ മൂപ്പര പൗദ്യം ഞാൻ ഉണ്ടാവും, തടികൊണ്ടും നീളം കൊണ്ടൊക്കെ. എന്നിട്ടും എന്തേ ഇത് വെല്ലുവിളിക്കാണ് ധൈര്യം കിട്ടുന്നത്? അപ്പുറത്ത് കഴിമ്പില്ലാന്ന് മനസ്സിലായി, ഒരു പ്രമാണം വിട്ടിട്ടുണ്ട്, തൗഹീദിന് പോയിട്ടുണ്ട്, സാക്ഷാൽ ശിർക്കിന്റെ തലങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. റബ്ബല്ലാത്തവര് അഭൗതികമായി സഹായിക്കുകയും ദോഷം വരുത്തുകയും ചെയ്യുമെന്ന് തുറന്ന് പ്രസംഗിക്കുന്നിടത്ത് അവർ എത്തിയതോടുകൂടി ഇനി ഓലെ കാര്യത്തിൽ ബേജാറാകാനില്ല. തൗഹീദ് വിട്ടാൽ ആകാശത്ത് വീണ പോലെയാണല്ലോ ആ വീഴ്ച നമ്മളിപ്പം കാണുന്നത്. എങ്ങോട്ടാ പോകണ്ടി, എങ്ങനെ നിൽക്കണ്ടി, ആരപ്പ ഒന്നാകണ്ടി, എവിടെ പോയി ഐക്യപ്പെടേണ്ടി എന്നുള്ള ചർച്ച എപ്പോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരരിഞ്ഞ് ബേജാറാണ് ആവശ്യമില്ല ആദർശ രംഗത്ത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പേര് അംജദ് അമീൻ, വീട് എടക്കര കാരപ്പുറം പ്രദേശത്ത്. ഞാൻ ഇടവണ്ണ ജാമ്യയിലാണ് പഠിക്കുന്നത്. എന്റെ ചോദ്യം ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മൗലവിയോടാണ്. ഇവിടെ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിന്റെ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചർച്ചയിൽ നല്ല നല്ല 11 തീരുമാനങ്ങൾ എഴുതി അതിൽ 10 പണ്ഡിതന്മാർ ഒപ്പിട്ടതാണ്. അതിൽ അവസാനത്തെ തീരുമാനമായ ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് അന്നവിടെ എഴുതി ഒപ്പിട്ടു. അതിനുശേഷം പുറത്തു വന്ന സക്കരിയ സുലാഹി പറഞ്ഞത് തന്റെ മനസ്സിലുള്ളത് ജിന്നിനോട് അഭൗതികമായ കാര്യങ്ങൾ, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ്. എന്നാൽ അതിൽ ഒപ്പിട്ട ആളാണല്ലോ ബഹുമാനായ PN. താങ്കൾ
ഇന്ന് ഇവർ പറയുന്ന ഭൗതികമായ ചോദ്യം, ഭൗതികമായ ജിന്നോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് വസീലത്ത് ശിർക്കും ഹറാമും മാത്രമേ ആകൂ എന്ന നിലപാട് തന്നെയാണോ ഉള്ളത് എന്നുള്ളതാണ്. സോറി. ഏതായാലും എടവണ്ണ ജാമ്യയിലെ ഒരു വിദ്യാർത്ഥിക്ക് മറുപടി PN പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇടപെട്ടു. പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ വെച്ച് ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച തീരുമാനങ്ങൾ ഇതാണ് അത്. ഇതില് അന്ന് തീരുമാനമായ 13 വിഷയങ്ങൾ, അതിൽ ഒന്നാണ് ഇസ്തിആനത്തുൻ ബിൽ ജിന്ന്. ആ ഒന്നിന് അന്നും ഇന്നും ഒപ്പിട്ട PN-നോ കൂടെ ഒപ്പിട്ടവരോ അംഗീകരിച്ചതായ ആളുകൾക്കോ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. 2-3 ആളുകൾ കൂടി. ഇതിൽ ഒപ്പിട്ടത് 10 ആളാണ്. ഒന്ന് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്. അദ്ദേഹത്തിന് ഇപ്പൊ ആ വിഷയത്തില് എന്തായിരുന്നാലും അബ്ദുറഹ്മാൻ സലഫിയുടെ നിലപാടില്ല എന്ന് ഉറപ്പാണ്. 2 PN അബ്ദുൽ ലത്തീഫ് മദനി. 3 M അബ്ദുറഹ്മാൻ. സലഫില്ല, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് 30 കൊടുക്കാവുന്നതായിരിക്കാം. 4 KK സക്കരിയ സ്വലാഹി. 5 അബൂബക്കർ സലഫി. 6 ഹനീഫ് കായക്കുടി. 7 ഷമീർ മദീനി. 8 ശംസുദ്ദീൻ പാലത്ത്. 9 ഹംസ മദീനി. 10 അഹമ്മദ് അനസ്. ഈ 10-ല് 7 ആളും ഈ വിഷയത്തിൽ ഒരു ഭാഗത്തുണ്ട്. അപ്പുറത്തുള്ളത് അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കുടി, അനസ് മുസ്ലിയാരി, 3 സംഘം. ബാക്കി 7 ആളും ഈ 13 തീരുമാനങ്ങളും അംഗീകരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. മറ്റവർക്ക് അതിൽ മാറ്റം വരുത്തേണ്ടി വന്നു. അപ്പൊ ജിന്നോടെ സഹായത്താവട്ടെ, ഞാൻ അല്ലാത്തതായിക്കോട്ടെ, അല്ലാത്തതിലും ഈ 10 ആളുകളിൽ ഈ പറയപ്പെട്ട 3 പേർ ഈ 13 തീരുമാനങ്ങളിൽ എത്രണ്ണം ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടോ ചോദിച്ചോക്കളെ. ആ 3 ആളുകൾ ഈ 13 തീരുമാനങ്ങളിൽ എത്ര തീരുമാനം ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അത് കൃത്യമായ മറുപടി ഇല്ല എന്നല്ലേ വസ്തുത. ഒന്നാമത്തെ വിഷയം റുഖിയ്യാണ്. ഖുർആന് കൊണ്ടും അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹിയായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിന് സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ്യ ശർഇയ്യ. ഇവിടെ ആയിക്കൂടെ ചോദിച്ചാൽ എന്താ മാനസിക രോഗിക്ക് ആയത്തോതി കൊടുക്കാൻ എന്താ തെളിവുള്ളൂ എന്ന് ചോദിച്ചത്. ഇതിൽ ഒപ്പിട്ട ആളാരാ? 1 ഹനീഫ് കായക്കൂടെ. 2 റുഖിയ്യ സ്വയം നിർവഹിക്കുകയാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് വിരോധമില്ല. റുഖിയ്യ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ ഞാൻ റുഖിയ്യ ചെയ്യുന്നവരാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിന് മാതൃക ഇല്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നു, ലവലേശം അപ്പുറത്തേക്ക് പോയിട്ടില്ല. 3 ജിന്നുബാധ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തരുന്നതിനൊപ്പം റുഖിയ്യ ശർഇയ്യ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിപ്പോ തുറന്നു പറയാൻ കഴിയുമോ? എനിക്ക് ജിന്നുബാധ ഉണ്ട് ഇതിന് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ KJ ഈ പുസ്തകത്തിലും പറഞ്ഞു. പക്ഷേ അവിടെ തന്നെ ഒപ്പമുള്ള ആളുകളോട് പോയി ചോദിച്ചു നോക്കുക. എടവണ്ണ ജാമ്യയിൽ പോലും കഴിഞ്ഞ ടൈമിൽ പ്രിൻസിപ്പളായിരുന്ന ബാക്കവിനോട് ചോദിച്ചോക്ക, ബാക്കവി എന്ത് ജിന്നുബാധോ? ജിന്നുണ്ടെന്ന് ഉറപ്പില്ല, പിന്നല്ലേ ബാധ. അപ്പൊ അതാണ് വസ്തുത. 4-മത് ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹ്യനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്, പേച്ചു പോയിട്ടില്ല. 5 പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കുമൊക്കെ എത്തിക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. തോന്നല് മാത്രമല്ല, ശാരീരികമായി പിശാച് ഉപദ്രവിക്കും. ഈ 10-ൽ 7 ആളും അംഗീകരിക്കുന്നു. മറ്റു 3 ആളോ തള്ളിന്ന് ഔദ്യോഗികമായി പറയാൻ വയ്യെങ്കിലും തള്ളിയ കോളത്തിലാണല്ലോ ഉള്ളത്. 6 റുഖിയ്യയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. അതെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. 7 റുഖിയ്യ ശർഇയ്യ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുൽ നടത്തുന്നതോ പാടുള്ളതല്ല. കണ്ടോ, അവിടെ ശിർക്ക് എന്ന് പറഞ്ഞില്ല, അവിടെ ശിർക്ക് എന്ന് പറഞ്ഞില്ല. അപ്പൊ 2 ഇതിൽ തന്നെ ഉണ്ട്, 2 ഇതിൽ തന്നെ ഉണ്ട്. അവിടെ പറഞ്ഞ എന്താ? ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുൽ നടത്തുന്നതോ പാടുള്ളതല്ല.
അത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല അവിടെ. റുഖിയ ശർഇയ്യക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിന് യാതൊരു മാതൃകയുമില്ല. അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിന് എതിർക്കേണ്ടതാണ്, തർക്കമില്ല. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. കണ്ടോ, ഇതിനെപ്പറ്റി ബോധമുണ്ടാക്കി കൊടുക്കണം, ആൾക്കാരെ പഠിപ്പിക്കണം എന്നാ പറഞ്ഞത്. എന്നാ ഈ കായക്കൊടിയും ഹംസബാക്കയും ഒന്നിച്ച് കിതാബ് തുറക്കാൻ വേണ്ടി ഇരുന്ന കോയിച്ച സംവാദത്തിന് രാസസുലം എന്താ പറഞ്ഞത്? ആയത്തുൽ കുർസിനെ പരിഹസിക്കാൻ ചെയ്തത്. പിശാചിന്റെ ശല്യം ഒഴിവാകാൻ വേണ്ടി ആയത്തുൽ കുർസി ഒതുങ്ങി ഇരിക്കാനെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പരിഹസിക്കുക ചെയ്തത്. 10 റുഖിയ ശർഇയ്യ എത്രത്തോളം ആകാം